60-ാമത്തെ ശ്ലോകം. സ്വഭാവജേന കൗന്തേയ നിബദ്ധസ്വേന കർമ്മണാം കർത്തും നേച്ഛസി യന്മോഹാത് കരിഷ്യസ്യവശോപി തത്. ഈശ്വരഃ സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ. വിമൃശ്യൈതദശേഷേണ യഥേച്ഛസി തഥാ കുരു. സർവഗുഹ്യതമം ഭൂയഃ ശൃണു മേ പരമം വചഃ. ഇഷ്ടോऽसि മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം. മന്മനാ ഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു. മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോऽसि മേ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അഹം ത്വാ സർവപാപേഭ്യഃ മോക്ഷയിഷ്യാമി മാ ശുചഃ. അമ്പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, യദഹങ്കാരമാശ്രിത്യ നയോത്സ്യ ഇതി മന്യസേ മിഥ്യേഷ വ്യവസായസ്തേ പ്രകൃതിസ്ത്വാം നിയോക്ഷതി. അഹങ്കാരം കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പ്രകൃതി തന്നെ നിന്നെക്കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കും അർജുന എന്ന്. അതായത് ക്ഷത്ര സ്വഭാവമാണ് അർജുനുള്ളത്. അതാണ് ഇവിടുത്തെ പ്രകൃതി. അത് യുദ്ധത്തിലേക്ക് പ്രേരിപ്പിക്കും എന്ന്, വിട്ടു നിൽക്കാൻ പറ്റത്തില്ല എന്ന്. അതായത് അവനവൻ്റെ സ്വഭാവത്തിനനുസരിച്ച് തന്നെയാണ് ഓരോരുത്തരും പ്രവർത്തിക്കുക. സ്വാമിജി സ്ക്രീൻ ഒന്ന് നേരെയാക്കോ സ്വാമിജി. വെർട്ടിക്കൽ സ്ക്രീൻ നേരെയാക്കാൻ പറ്റും സ്വാമിജി? ശരിയായി സ്വാമി. ശരിയായില്ലേ? ഓക്കെ. സ്വഭാവജേന കൗന്തേയ നിബദ്ധസ്വേന കർമ്മണ കർത്തും നേച്ഛസി യന്മോഹാത് കരിഷ്യസ്യവശോപി തത്. സ്വഭാവജേന കൗന്തേയ, കൗന്തേയ അല്ലയോ അർജുന, നിബദ്ധഃ സ്വേന കർമ്മണ, സ്വഭാവജേന ശൗര്യ തുടങ്ങിയിട്ടുള്ളത്, സ്വേന കർമ്മണ അതായത് പറയപ്പെട്ടതായ കർമ്മം. നമ്മൾ ഇതൊക്കെ ഈ വിശദമായിട്ട് കണ്ടതാണ്. ക്ഷത്ര ഗുണം എന്താണ്, ധർമ്മം എന്താണ്, കർമ്മം എന്താണ് എന്നൊക്കെയുള്ള ഈ കാര്യങ്ങളൊക്കെ നല്ലോണം കണ്ടതാണ്. അപ്പോൾ അതാണ് സ്വന്തം ആ കർമ്മത്താൽ. കർത്തും നേച്ഛസി യൻ മോഹാത്, കർത്തും ന ഇച്ഛസി, ചെയ്യത്തില്ല എന്ന്, യൻ മോഹാത് മോഹം കൊണ്ട് പറയുകയാണെങ്കിൽ, മോഹം എന്ന് പറഞ്ഞാൽ അവിവേകം കൊണ്ട് പറയുകയാണെങ്കിൽ, കരിഷ്യസി അവശോപി തത്ത്, അവശനായിക്കൊണ്ട്, തത്ത് കരിഷ്യസി എന്ന്, അവശനായിക്കൊണ്ട് അത് ചെയ്യുക തന്നെ ചെയ്യും എന്ന്. മോഹം കൊണ്ടാണ് ചെയ്യത്തില്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രകൃതി സ്വഭാവജേന, ഈ സ്വഭാവം അർജുൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ക്ഷത്ര സ്വഭാവം. ഈ ക്ഷത്ര സ്വഭാവം തന്നെ അർജുനെ ഇത് ചെയ്യിപ്പിക്കും. കർമ്മണ നിശ്ചയേന ബദ്ധഃ എന്ന്, കർമ്മത്തോടുകൂടി നിശ്ചയകരമായിട്ട്, അതായത് നിബദ്ധഃ എന്ന് പറഞ്ഞാൽ നിശ്ചയേന ഉറപ്പിച്ച് തന്നെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ബദ്ധഃ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബദ്ധഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ബന്ധഃ അല്ല, ബദ്ധഃ എന്ന്. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മളൊരു അതൊരു ബന്ധമാണ് എന്നാണല്ലോ പറയുന്നത്. അതേസമയം ഇവിടെ ബദ്ധഃ എന്നിവിടെ പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ് എടുത്തിരിക്കുന്നത്, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ബന്ധം എന്ന് പറയുമ്പോൾ നൗണാണ്, ബദ്ധഃ എന്ന് പറയുമ്പോൾ ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ബദ്ധഃ.
ഇക്ത, ഇതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഇക്ത. നമ്മൾ ഇക്ത തവതു എന്ന് പറയുന്നുണ്ടല്ലോ, അതിനാണ് ഇക്ത. സ്വേന ആത്മീയന കർമ്മണ കർത്തും ന ഇച്ഛസി. ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടിയും, അതാണ് ന ഇച്ഛസി, ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടിയും മോഹാത് അവിവേകതഃ കരിഷ്യസി, മോഹം കൊണ്ട് ചെയ്യും എന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി എന്നതുപോലെയുള്ള ഭാഗമാണ് ഇനിയിപ്പം വരാൻ പോകുന്നത്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. ഇതാണ് നമ്മൾ പറഞ്ഞത്. അതായത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇപ്പോൾ ഈശ്വരനെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എന്താണ് വെറുതെ ഇരിക്കുകയാണെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതല്ല, യന്ത്രത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് കറങ്ങുന്നു എന്ന്. അപ്പോൾ ഇതാണ് യന്ത്രത്തിനുള്ളിൽ ആണിരിക്കുന്നത്, പക്ഷേ യന്ത്രത്തിനെ കറക്കുന്നവനാണ് എന്നുള്ളത്. നമ്മൾ പുറത്ത് ആണ് എന്നാണ് നമ്മൾ വിചാരിച്ചത്, പക്ഷേ യന്ത്രത്തിനുള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളതും കൂടെ നമ്മളിപ്പോൾ മനസ്സിലാക്കണം. കാരണം ഹൃദ്ദേശേ അർജുന എന്നുള്ള പ്രയോഗം കൊണ്ട്. അപ്പോൾ ഒരു യന്ത്രം സൃഷ്ടിച്ചിട്ട് ആ യന്ത്രത്തിനുള്ളിലിരുന്ന് ആ യന്ത്രത്തെ കറക്കുന്നു, ഇതിനെ അടുത്തൂടെ എന്ന്. പക്ഷേ ഭഗവാന് അതേസമയം തന്നെ യന്ത്രത്തിന് പുറത്തുമാണ് എന്നുള്ളത്. യന്ത്രാരൂഢാനി മായ. അപ്പോൾ ഇത്രയും നമ്മൾ കണ്ട ശ്ലോകങ്ങളാണ്, നമ്മുടെ അടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ. അതിനാൽ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. അപ്പോൾ അതിനുള്ള പരിഹാരവും കൂടെ ആ കൂട്ടത്തിൽ പറഞ്ഞു വെച്ചു. അതായത് പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യന്ത്രം കറക്കുന്നത് ഭഗവാനാകയാൽ, അത് യന്ത്രം കറക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സംസാര ചക്രം, അതാണ് ചക്രത്തിൽ പെടുക എന്ന് പറയത്തില്ലേ, ആ ചക്രത്തിനെയാണ് ഇവിടുത്തെ യന്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സംസാര ചക്രം കറക്കുന്നു, ആർക്ക് ചുറ്റും കറക്കുന്നു എന്നാണ്. അതായത് ഈ സംസാര ചക്രം കറക്കുക എന്ന് പറയുന്നത് ജീവാത്മാവാണ് അതിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ജീവാത്മാവ് പ്രകൃതിയിൽ കറങ്ങുകയാണോ, പ്രകൃതി ജീവാത്മാവിന് ചുറ്റും കറക്കുകയാണോ? ഇതാണ്, പ്രകൃതി ജീവാത്മാവിനെ കറക്കുകയാണോ ചെയ്യുന്നത്, അതോ പ്രകൃതിയിൽ ജീവാത്മാവ് കറങ്ങുകയാണോ? രണ്ടും എല്ലാം ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. കാരണം ഇതിനകത്ത് മോഹാത്താണ്, മോഹം കൊണ്ടാണ് ഈ കറക്കം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ നമ്മൾ ഈ തല കറങ്ങിയിരിക്കുമ്പോൾ ലോകം കറങ്ങുന്നു എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇത് അതിൻ്റെ ഒരു സ്ഥിതിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തലയാണോ കറങ്ങിയിരിക്കുന്നത്, ലോകമാണോ കറങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞ മാതിരിയാണ്. പ്രകൃതിയാണോ നമ്മളെ കറക്കുന്നത്, അതോ നമ്മുടെ മോഹം കൊണ്ട് പ്രകൃതി നമ്മളെ കറക്കുന്നതായിട്ടുള്ള പ്രതീതിയാണോ ഉള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ മോഹമാണ് ഇതിൻ്റെ എല്ലാം കാരണം. ശരിക്കും പ്രകൃതിക്കൊന്നും അതിനുള്ള ശേഷിയില്ല എന്നുള്ളത്. പ്രകൃതി ജഡസ്വരൂപത്വാത് എന്നുള്ളത്, പ്രകൃതിക്ക് പുരുഷനെ ആക്രമിക്കാനുള്ള ശേഷിയില്ല. പകരം ഇവിടെ ഈ മോഹം കൊണ്ട് പ്രകൃതിയാൽ ആക്രമിക്കപ്പെട്ടവൻ എന്നുള്ള രീതിയിൽ ദീനനായിട്ട് ഈ ജീവാത്മാ കഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഈ ഒരു ദീനത്വം ഉള്ളത് കൊണ്ടാണ് ആശ്രയത്വത്തിൻ്റെ പ്രതീതിയുള്ളത്. ഇപ്പോൾ സ്വതന്ത്രനാണ്, അതേമാതിരി ബലവാനാണ് എന്നുണ്ടെങ്കിൽ ആശ്രയത്തിൻ്റെ ആവശ്യമില്ല. പകരം അവനവന് ദീനനായിട്ട്, പ്രകൃതിയാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട്, ദീനനായിട്ട് സ്വയം എടുത്തതിനാൽ നമുക്കിവിടെ ആശ്രയത്വം വരും. ആ ആശ്രയത്വത്തിൻ്റെ ആശ്രയത്വത്തെ കാണിക്കാനാണ് ഈ പ്രയോഗം നടത്തിയത്. തമേവ ശരണം എന്നുള്ള ആ ഭാവം വന്ന് സർവഭാവേന ഭാരത. എന്താണ് സർവഭാവേന എന്ന് പറയുന്നത്? സർവാത്മന എന്നുള്ളതാണ്. സർവാത്മന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചരണകൃതം വാ കായജം കർമ്മജം വാ എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നിന്ന് ഈ ഇന്ദ്രിയങ്ങളെ ശരീരം കൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട്, മനസ്സുകൊണ്ട് ആശ്രയിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആശ്രയിക്കുന്ന വിധമൊക്കെ നമ്മൾ പഴയ ക്ലാസ്സുകളിലൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ ആ രീതിയിൽ സർവാത്മന ആശ്രയിക്കുക. ആരെ ആശ്രയിക്കാൻ? ഭഗവാനെ ആശ്രയിക്കുന്നു. അപ്പം ഭഗവാനെ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ ആശ്രയിക്കുക. അതുകൊണ്ടാണ് ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ ഏറ്റവും അടുത്തിരിക്കുന്ന സമീപവർത്തി എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഭഗവാനെ തേടി അലയലെന്ന് പറയുന്നത് സംസാരത്തിലെല്ലാം തേടി അലയലാണ്. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു
വേറൊരു രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ ഭഗവാനെ തേടി അലയലെന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം അങ്ങ് ഒഴിവാക്കണം എന്നുള്ളത്. ഭഗവാനെ തേടി അലയലെന്ന് പറയുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ സംസാരത്തിൽ ബാക്കിയുള്ളതിനെ തേടി അലയുന്നതിനകത്തുനിന്ന് നമുക്കൊരു മുക്തി കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഭഗവാനെ തേടി അലയേണ്ട കാര്യമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹൃദ്ദേശേ അർജുന എന്ന്. ഹൃദയത്തിലിരിക്കുന്നു പറഞ്ഞാൽ ഹൃദയസ്ഥാനത്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയസ്ഥാനത്തിരിക്കുന്നതാണ് ജീവാത്മാ ഹൃദയസ്ഥാനത്ത് ജീവാത്മാ ഇരിക്കുന്നിടത്താണ് ഇവിടെ ഇപ്പം ഭഗവാനെയും കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഭഗവാനെയും ജീവാത്മാവിൻ്റെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തി കഴിയുമ്പോഴാണ് അവിടെ നമുക്ക് ജീവാത്മ പരമാത്മ ഐക്യത്വം എന്ന് പറയുന്നത് സാധ്യമാവത്തുള്ളൂ. അങ്ങനെ ജീവാത്മ പരമാത്മ ഐക്യത്വം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് കാണാം. മുണ്ടകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ദ്വാസുപർണാസയുജാസുഖായ സമാനം വൃക്ഷം. അപ്പോൾ അവിടെ സമാനം വൃക്ഷം എന്ന് പറഞ്ഞാൽ ഒരേ വൃക്ഷത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരേ വൃക്ഷത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഹൃദയം തന്നെയാണ് അവിടുത്തെ ഈ ഒരേ വൃക്ഷം എന്നുള്ളത്. ഹൃദയ സ്ഥാനത്തിരിക്കുന്നു എന്നാണ് അവിടുത്തെ ഉദ്ദേശിക്കുന്നത്. സാക്ഷി ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ നമുക്ക് ജീവാത്മാവിനും അവിചാരസിദ്ധം ഭോക്താവായിട്ട് കിട്ടുന്നു, വിചാരസിദ്ധം ഭോക്താവിനെ സാക്ഷിയായിട്ട് കിട്ടുന്നു. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ ഭോക്താവായിട്ട് നമ്മൾ ഒന്നും ചിന്തിക്കാതെ സ്വയം തന്നെ ഭോക്താവായിട്ട് എടുക്കുമ്പോൾ അഹം ദീനഹ എന്ന് പറയും. അപ്പം പിന്നീട് അഹം സാക്ഷി എന്നുള്ളതിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ അഹം ദീനഹ എന്നുള്ളതിന് ദീനത്വത്തിൽ നിന്നാണ് മുക്തി വേണ്ടത്. നമ്മൾ വിചാരിക്കും ഇപ്പോൾ മുക്തി വേണമെന്ന് പറഞ്ഞാൽ എന്തിൽ നിന്നാണ് മുക്തി വേണ്ടത്? അവനവൻ്റെ ദീനതയിൽ നിന്നാണ് നമുക്ക് മുക്തി വേണ്ടത്. നമുക്ക് ഇതറിയാത്തത് കാരണം നമ്മൾ മുക്തിദായോ എന്ന് പറയും. ഭഗവാൻ ചോദിക്കും എന്താ മുക്തി എന്ന് ചോദിക്കുമ്പോൾ എന്താണെങ്കിലും നല്ലതായിരിക്കും എന്നുള്ളൊരു വിചാരമാണ് നമുക്കുള്ളത്. ഇതാണ് ദീനതയിൽ നിന്നാണ് മുക്തി. അല്ലാതെ ഈ മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. നമ്മൾ ബദ്ധഹ എന്ന് പറഞ്ഞത് മാതിരി അല്ലേ മുക്തി എന്ന് പറഞ്ഞ പാസ്റ്റ് പാർട്ടിസിപ്പില്ല. അത് വെച്ചിട്ടുള്ള ഒരു രൂപം ഉണ്ടാക്കുകയാണ്. മുക്തി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്ന്. അപ്പോൾ മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ദീനതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടത്. അപ്പോൾ അതിനകത്താണ് ഈ പ്രപന്നാർത്തിഹര എന്നുള്ള പ്രയോഗമില്ലേ, ഈ ആശ്രയിക്കുന്നവരുടെ ആർത്തിയെ ഹരിക്കുന്നവൻ എന്നുള്ളതാണ്. ആർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനതയുടെ പ്രകടനങ്ങളാണ് ഈ ആർത്തി എന്ന് പറയുന്നത്. ആർത്തനാകുക എന്ന് പറയുന്നത്, അർത്ഥാർത്തിയാകുക എന്നൊക്കെ ഉള്ളതാണ് ദീനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വിധത്തിലുള്ള കുറവുകളാണ് ദീനത. അപ്പോൾ ഈ കുറവുകൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ജീവാത്മാവായിട്ട് തുടരുന്നത്തോളം കാലം അതൊരു ഭാവമാണ് കേട്ടോ. ജീവാത്മത്വം എന്നുള്ളത് ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത്. ആ ഭാവത്തിൽ നിന്ന് നമ്മൾ ഈശ്വരത്വത്തിൽ എന്ന് പറയുന്ന അടുത്ത ഭാവത്തിലേക്ക് കടക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ളൂ. അപ്പം ദീനത്വം എന്നുള്ളതൊരു ഭാവമാണ്. ദീനത്വത്തിൽ നിന്നും നമ്മൾ സ്വയം നമ്മളെ തന്നെ ഉയർത്തുക. അതാണ് ഉദ്ധരേതാത്മനാത്മാനം എന്നുള്ളത്. സ്വയം നമ്മളെ തന്നെയാണെങ്കിൽ സാക്ഷി ഭാവത്തിലേക്ക് ഉയർത്തുക. അപ്പോൾ സ്വയം നമ്മൾ ഉയർത്താൻ വരുമ്പോൾ സ്വയം ഉയർത്താനുള്ള ശേഷിയില്ലാതെ വരുന്ന ഒരു കാലഘട്ടമുണ്ട് ആദ്യകാലങ്ങളിൽ. അപ്പോൾ നമുക്ക് ഈ വിചാരത്തിന് ബലമില്ലാത്തൊരു കാലഘട്ടമുണ്ട്. അതായത് ആത്മവിചാരത്തിന് അതിനെ പറയുന്നത് അതിന് ദൃഢതയില്ലായ്മ എന്ന് പറയും. ആത്മവിചാരത്തിന് ദൃഢതയില്ല, സംശയം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ആത്മാവിൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള സംശയമുണ്ട്. പിന്നെ വിപര്യം, അത് നമ്മൾ കണ്ടു. ഈ സംശയവും വിപര്യവും എന്ന് പറയുന്ന പ്രശ്നങ്ങളെ അതിക്രമിച്ചെങ്കിൽ മാത്രമേ സംശയ വിപര്യ രഹിത ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്ക് ഈ ദീനത എന്ന് പറയുന്നത് കടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൃഢത, ആത്മവിചാരത്തിലെ ദൃഢത സാധ്യമാവത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രൂ ഔട്ടായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്, നമ്മൾ ഏതൊരു ഈശ്വരനെയാണോ നമുക്ക് എത്തേണ്ടത്, ആ ഈശ്വരൻ തന്നെയാണ് തുടക്കം മുതൽ തന്നെ നമ്മളോടൊപ്പം നമ്മളെ സഹായിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ആ ഒരു ആശ്രയത്വത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോകം കൊടുത്തിരിക്കുന്നത്. തമേവ ശരണം ഗച്ഛ, തം ഈശ്വരം ഏവ ശരണം ഗച്ഛ. ഈശ്വരനെ തന്നെ ആശ്രയിക്കുക. ശരണം ഗച്ഛ എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക. സർവഭാവേന, സർവാത്മഭാവേന എന്നർത്ഥം. സർവഭാവേന സർവാത്മന. അപ്പോൾ ഇവിടെ ഈ സർവാത്മന എന്ന് പറയുമ്പോഴാണ് നമ്മൾ കരചരണം,
കരചരണം, കായജം, കർമ്മജം എന്നൊക്കെ പറയുന്ന ആ ഭാഗമുണ്ടല്ലോ, അത് മുഴുവനും. അപ്പം കായേന വാച മനസ്സ ഇന്ദ്രിയേണ എന്നൊക്കെ പറയുന്നതെല്ലാം ഇതിൽ പെട്ടുന്നതാണ്. എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരമായാലും സൂക്ഷ്മ ശരീരമായാലും കാരണശരീരത്തിന് പിന്നെ പ്രസക്തിയില്ല. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് സർവാത്മഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ശരീരം കൊണ്ടും കൂടെ ഉള്ള സമർപ്പണം എന്നുള്ളതാണ്. ഇപ്പോൾ ശരീരം കൊണ്ടുകൂടെയുള്ള സമർപ്പണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ധ്യാനത്തിനായിട്ടുള്ള ഇരിക്കൽ എന്ന് പറയുന്നതാണ് അവിടുത്തെ ശരീരം കൊണ്ടുള്ള സമർപ്പണം, അല്ലാതെ വേറൊന്നുമല്ല. അല്ലെങ്കിൽ നമസ്കാരം ചെയ്തു, അപ്പോൾ നമസ്കാരം വന്നു കഴിയുമ്പോൾ ശരീരം ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ പൂജ ചെയ്തു ശരീരം ഇൻവോൾവ് ആണ്. അപ്പോൾ ഇങ്ങനെ തത്പ്രസാദാത് ഈശ്വരാനുഗ്രഹം കൊണ്ട്, തത്പ്രസാദാത് ഈശ്വരാനുഗ്രഹാത് പരാം ശാന്തി, പരമമായിട്ടുള്ള ശാന്തിയെ, ഉത്കൃഷ്ടമായിട്ടുള്ളതാണ് പരാം എന്ന് പറഞ്ഞാൽ. പരാം ശാന്തി സ്ഥാനം എന്ന് പറഞ്ഞാൽ വിഷ്ണു, തദ്വിഷ്ണോഹോ പരമം പദം എന്നുള്ളൊരു പ്രയോഗം ഉണ്ടല്ലോ കഠോപനിഷത്തിനകത്ത്, തദ്വിഷ്ണോഹോ പരമം പദം. ഇന്ദ്രിയേഭ്യഃ പരാഹ്യർത്ഥാഃ അർത്ഥേഭ്യശ്ച പരം മനഃ, മനസ്സസ്തു പരാ ബുദ്ധിർ ബുദ്ധിരാത്മാ മഹാൻ പരഃ, മഹതഃ പരമവ്യക്തം അവ്യക്താത് പുരുഷഃ പരഃ, പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ടാ സാ പരാഗതിഃ. അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഈ തദ്വിഷ്ണോഹോ പരമം പദം എന്ന് പറയുന്നത് പുരുഷ എന്നുള്ള ആ തത്വത്തിൽ എത്തുക എന്നുള്ളത് അവിടെ കാണിച്ചിട്ടുണ്ട്. അതാണ് സാ കാഷ്ട സാ പരാഗതിഃ എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ പരാഗതിഃ എന്ന് പറഞ്ഞത്. പരാഗതി എന്ന് പറഞ്ഞാൽ ഗതി എന്നുള്ള സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് സാ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വിഷ്ണോഹോ പരമം പദം അവാപ്സസി, ശാശ്വതം നിത്യം എന്നുള്ള, നിത്യം ശാശ്വതം രണ്ടുപേരെ അർത്ഥം. ശാശ്വതത്തിൻ്റെ അർത്ഥമാണ് നിത്യം എന്നുള്ളത്, നിത്യം ഭാഷ്യത്തിലുള്ള പദം. അപ്പം അങ്ങനെയുള്ള ഈ പദത്തിനെ പ്രാപിക്കുന്നു എന്ന്. അപ്പം നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞതാണ് ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളതിനെക്കുറിച്ച് പിന്നെയും ആശങ്കയിൽപ്പെട്ടിരിക്കരുതെന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞ ശേഷം ഇനിയിപ്പം പിന്നെയും നമ്മൾ സമയത്തിനെത്തും എന്ന് പറഞ്ഞാൽ ആദ്യം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ചേർന്നതിലും ആദ്യം പിടിച്ചിരിക്കുക എന്നുള്ളതല്ലാണ്ട് ട്രെയിൻ അവിടെ പോയി നിർത്തി കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങാൻ പറ്റും. ആദ്യം വെറുതെ പിടിച്ചിരിക്കലാണ്. നമ്മൾ ഒരിക്കലും വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തിരുന്നു കൊണ്ട് നമ്മൾ ആദ്യം പിടിക്കേണ്ടതല്ല. ഇനിയിപ്പം നമ്മൾ തന്നെ ഓടിക്കുകയാണെങ്കിലോ ആദ്യം പിടിച്ചുകൊണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് തന്നെ പോകത്തുള്ളൂ, അപകടം തന്നെ ഉണ്ടാവും. അപ്പോൾ ഒന്നുകിൽ പിന്നെ ആ ഓടിക്കുന്ന ആളിനെ ആദ്യം പിടിപ്പിക്കില്ല, അത് വേറെ ഒന്നാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഒന്ന് ട്രെയിനാകുമ്പോൾ നമ്മൾ ഓടിക്കുന്നില്ല, നമ്മൾ ഓടിക്കുന്ന ആളുമായിട്ട് നമുക്ക് യാതൊരു സ്വാധീനവുമില്ല, അതങ്ങനെ വിട്ടു. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കുന്ന ആളിനെ നമ്മളിങ്ങനെ ഓട് സ്പീഡ് പോരാന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അവരെ തെറ്റിക്കുക എന്ന് പറഞ്ഞു. അതും ചെയ്യരുത് എന്നല്ല. അത് ചെറിയ വണ്ടിയാണെന്നല്ലേ. അപ്പോൾ ഇതാണ് കയറുന്ന വലിയ വണ്ടിയാണോ ചെറിയ വണ്ടിയാണോ അതല്ല. ഇനിയിപ്പോൾ അവനവൻ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം പിടിച്ചു കഴിഞ്ഞാൽ ആദ്യമായിരിക്കും ഓടിക്കുക, നമ്മളായിരിക്കത്തില്ല ഓടിക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടമാണ്. അതുകൊണ്ടാണ് ഈ സമാധാനം എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് തത്വബോധം പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിപ്പിക്കുമല്ലോ സമാധാനം. എന്തൊക്കെയായിരുന്നു തന്നെ ശമാദമ ഉപരമ തിദിക്ഷ ശ്രദ്ധ സമാധാനം. ശമാധി ഷഡ്സമ്പത്തിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. ശമാദമ ഉപരമ തിദിക്ഷ ശ്രദ്ധ സമാധാനം. അവിടെയാണ് സമാധാനം വേണം എല്ലാത്തിനകത്തും. നമ്മൾ അവിടെ എത്തും, അല്ലാതെ വഴിയിലെങ്ങും നിൽക്കാൻ പോകുന്നില്ല എന്നുള്ള ഉറച്ച ഒരു നിശ്ചയം. അതാണ് ഒരിക്കൽ നമ്മളിതിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗംഗാപ്രവാഹം പോലെയാണ്. ഇത് പ്രവാഹം ഈശ്വരനിലേക്കുള്ളൊരു പ്രവാഹമാണ്. അപ്പോൾ ഈ നമ്മുടെ മനസ്സൊരിക്കൽ ഏനകേന പ്രകാരേണ എന്നുള്ള ഏതെങ്കിലും വിധത്തിൽ ഭഗവാനിലേക്ക് മനസ്സ് തിരിഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അപ്പോൾ ഒരിക്കൽ തിരിയേണ്ട കാര്യം മാത്രമേ വരുന്നുള്ളൂ. അതായത് ഭക്തി തുടങ്ങുന്നതിനെയാണ് തിരിയുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇങ്ങനെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇങ്ങനെ കറങ്ങി ഭഗവാനിൽ തന്നെ നമ്മൾ എപ്പോഴും എത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളത്. അത് ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും അങ്ങനെ തന്നെ എത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ബോധർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയും. ഇതിത്തെ ജ്ഞാനമാഖ്യാതം ഗുഹ്യാദ്ഗുഹ്യതരം മയാ വിമൃശൈത ദശേഷേണ യഥേച്ഛസി തഥാ കുരു. ഇത് ഒരുപാട് ആൾക്കാരെ വഴിതെറ്റിക്കുന്ന ഒരു ശ്ലോകമാണ്. ഇതിനകത്ത് അവരെ വഴിതെറ്റാനുള്ള കാരണം ഈ വിമൃശ്യ എന്നുള്ള വാക്കാണ്.
വിമർശിക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വിമർശനം ചെയ്യുക എന്നുള്ളതാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. മലയാളത്തിൽ വിമർശനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ അവർ പറയുന്നത്, ഈ ഗുണദോഷ നിരൂപണം നടത്തുക എന്നുള്ളതാണ് ഈ വിമർശനം എന്നുള്ള അർത്ഥത്തിൽ അവരെടുത്തിരിക്കുന്നത്. അതായത് അവനവൻ്റെ അറിവ് ഈ കേൾക്കുന്നതിനകത്തോട്ട് പ്രയോഗിച്ചിട്ട് എന്നിട്ട് അവനവൻ്റെ അറിവിനുള്ളിൽ ഒതുങ്ങുന്ന തരത്തിൽ അവനവൻ്റെ ന്യായത്തിന് അനുയോജ്യമായ വിധത്തിൽ ശരിയായിട്ട് തോന്നുകയാണെങ്കിൽ സ്വീകരിച്ചുള്ളൂ എന്നുള്ള അർത്ഥത്തിനാണ് സാധാരണ ആൾക്കാർ വിമർശിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് അർത്ഥമാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ആ അർത്ഥത്തിലല്ല അത്. വിമർശിക്കുക എന്ന് പറഞ്ഞാൽ കുറ്റം പറയുക എന്നുള്ള, ചുരുക്കത്തിൽ പറഞ്ഞാൽ കുറ്റം പറയുക എന്നുള്ളതാണ്. ആദ്യം കുറ്റം പറയണം, അതിന് ശേഷം സ്വീകരിക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, ഈ ഒരു നല്ല ശതമാനം ആൾക്കാർ ഈ കുറ്റം പറയലാണ്. അവർ കുറ്റം പറഞ്ഞ് നിർത്തിയിട്ട് വേണ്ട ഇതിനകത്തോട്ട് കയറാൻ. അപ്പം കുറ്റം പറച്ചിൽ മാത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പം അവർ കുടുംബം ഒന്നാകെ കുറ്റം പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം വിമർശിക്കുക എന്ന് പറഞ്ഞാൽ കുറ്റം പറച്ചിലെന്നുള്ളതല്ല അർത്ഥം. വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഭാഷ്യത്തിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താ? ആലോചനം കൃത്വ എന്ന്. വിമർശനം ആലോചനം കൃത്വ എന്ന്. ആലോചിക്കുക എന്നുള്ളതാണ് വിമർശിക്കുക എന്ന് പറഞ്ഞ അർത്ഥം. അതായത് മലയാളത്തിലെ വിമർശനമല്ല എന്ന് സാരം. അതായത് ആലോചിച്ചിട്ട്. ആലോചിക്കുക എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്തിട്ട് എന്നർത്ഥം. വിചാരം ചെയ്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തർത്ഥം? അതാണ് നമുക്ക് ഈ ശ്രവണം, മനനം, നിധിധ്യാസനം എന്നുണ്ടല്ലോ. അപ്പോൾ ഈ വിമർശ്യ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിരിക്കുന്നത് മനനത്തിനെയാണ്, മറ്റൊന്നും അല്ല എന്ന്. അപ്പം മനനം, അതാണ് ഇങ്ങനെയാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു അപകടകാരിയായിട്ട് മാറുന്നത്. ഈ കുറ്റം പറച്ചിൽ നിർത്തിയിട്ട് വേണ്ട. ഈ കുറ്റം പറഞ്ഞ് ജന്മങ്ങളും പല കഴിഞ്ഞാലും ഇല്ല അവധി കുറ്റം പറച്ചിലിനെന്നുള്ളത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ജനിച്ചിട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് അങ്ങ് തുടരുന്നു എന്നുള്ളൂ. അതുകൊണ്ട് ശ്രവണമാണിപ്പം കഴിഞ്ഞിരിക്കുന്നതെന്നും ഭഗവാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ? ഇതാണ്, ശ്രവണമാണിപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഇനി മനനം ചെയ്യൂ അർജുന എന്ന്. അപ്പോൾ ഇതാണ് വിമൃശ്യ ഏതത് അശേഷേണ. അപ്പം മനനം ചെയ്യുമ്പോഴെന്താ? മനനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ നമ്മുടേതായ രീതിയിൽ, നമുക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ നമ്മുടെ ഈ ബുദ്ധിയുടെ അറകളിൽ നിറയ്ക്കണം എന്നുള്ളതാണ്. ബുദ്ധിയുടെ അറകളിൽ നിറയ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തേനീച്ച വന്നിട്ട് തേൻ കൊണ്ടുവന്ന് അതിൻ്റെ അറകളിൽ നിറയ്ക്കുന്നത് പോലെ അതിനകത്ത് നമുക്ക് ഈ ജ്ഞാനസുധ നിറയ്ക്കണം എന്നുള്ളത്, ജ്ഞാനാമൃതം നിറയ്ക്കണം എന്നുള്ളത്. അങ്ങനെ നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി മുഴുവനും നിറഞ്ഞ് ഈ അമൃതം എന്ന് പറയുന്നത് നിൽക്കും എന്നുള്ളതാണ്. അങ്ങനെ നിന്ന് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ ജ്ഞാനരസം എന്ന് പറയുന്നതാണ് ജ്ഞാനരസം. പിബത ഭാഗവതം എന്ന് പറയുമല്ലോ, അതാണ് രസം എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്താ? ഇതി തേ ജ്ഞാനം ആഖ്യാതം. ഇതി എന്നിങ്ങനെ തേ നിനക്ക് ജ്ഞാനം ആഖ്യാതം കഥിതം പറഞ്ഞു. അതായത് ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത്? അതായത് ഈ ഉപനിഷത് ജ്ഞാനം, അതാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉപനിഷത് ജ്ഞാനം. നിന്റെ അടുത്ത് ഈ ഉപനിഷത് ജ്ഞാനം ആഖ്യാതം, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം. ഉപനിഷത് ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് തന്നെയാണ് ബ്രഹ്മജ്ഞാനം. ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് എന്നോട് പറയുകയുണ്ടായി, അല്ലെങ്കിൽ ഉപനിഷത് ജ്ഞാനത്തെക്കുറിച്ച് എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ജ്ഞാനങ്ങളും അതിനകത്ത് വന്നു എന്നുള്ളതാണ്. ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം. അപ്പം ജ്ഞാനത്തിൻ്റെ വിശേഷണമാണ് ഗുഹ്യതരമാണ്. അതെങ്ങനെയാണ്? ഗുഹ്യാത്ത് ഗുഹ്യതരം എന്നുള്ളതാണ്. ഗുഹ്യാത്ത് എന്ന് പറഞ്ഞാൽ രഹസ്യം. ഗുഹ്യം എന്ന് പറഞ്ഞാൽ രഹസ്യം എന്നർത്ഥം. ആ രഹസ്യത്തെക്കാൾ രഹസ്യമായിട്ടുള്ളത്, അതാണ് ഗുഹ്യതരം എന്നുള്ളത്. അപ്പോൾ രഹസ്യത്തെക്കാൾ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശ്രവണായാപി ന ലബ്ധ എന്നുള്ളതുണ്ടല്ലോ. ശൃണ്വന്തോപി ബഹവോ എന്ന വിദ്യുഹു എന്നുള്ളത്. ഇത് കേൾക്കാൻ പ്രയാസകരമാണ്, നമുക്ക് എല്ലാവർക്കും ഒന്നും കേൾക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പം പലർക്കും ആണെന്നുണ്ടെങ്കിലും അവരുടെ പുണ്യത്തിൻ്റെ ഒരു തുടക്കം കൊണ്ട്, പുണ്യം ഒരു അല്പം ഉള്ളത് കാരണം ഒന്ന് കേൾക്കാൻ തുടങ്ങും. പക്ഷേ അതിനേക്കാളും പ്രബല പ്രാരബ്ധം എന്ന് പറയാം, അല്ലെങ്കിൽ പ്രബലമായിട്ടുള്ള ഈ പുണ്യം നമുക്ക് ഭോഗത്തിലേക്ക് നയിക്കുന്നതായ പുണ്യവുമുണ്ട്, ജ്ഞാനത്തിലേക്ക്, സത്വാഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ ശുദ്ധിയിലേക്ക് നയിക്കുന്ന പുണ്യമുണ്ട്. ഇത് രണ്ടു തരം പുണ്യമാണ്. പുണ്യം എന്ന് പറയുമ്പോൾ ഒന്നായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും
ഇതിനെ പറയുന്നത് മാലിന്യയുക്തമായിട്ടുള്ള ഇപ്പം രജോ ഗുണ മാലിന്യയുക്തമായ പുണ്യം എന്ന് പറയുന്നത് വരും. അതുകൊണ്ട് ഈ പുണ്യത്തിനകത്ത് രജോ ഗുണത്തിൻ്റെ ആധിക്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭോഗപ്രധാനമായിട്ട് മാറും. ഇങ്ങനെ ഭോഗപ്രധാനമായിട്ട് മാറുമ്പോഴാണ് ക്ഷത്രപ്രധാനമായിട്ടുള്ള അധികാര ഭോഗ സമൃദ്ധി തുടങ്ങിയിട്ടുള്ളതൊക്കെ, രാജ്യം തുടങ്ങിയിട്ട് രാജ്യലാഭം, ധനലാഭം, ഭോഗ ഐശ്വര്യങ്ങളിലേക്ക് മാറുന്നു. ജ്ഞാനക്ഷയവും ഉണ്ടാകുന്നു. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ജ്ഞാനക്ഷയം ഉണ്ടാകുന്നു. അതേസമയം സത്വാഭിവൃദ്ധിയാണ് വർദ്ധിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ബുദ്ധി വിവർദ്ധകം, അതാണ് നമ്മൾ ബുദ്ധി വിവർത്തക കാരണലിംഗം എന്നൊക്കെയുള്ള പ്രയോഗമുണ്ടല്ലോ, ബുദ്ധി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ബുദ്ധി എന്ന് പറഞ്ഞാൽ വിവേകബുദ്ധി. ആ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജ്ഞാനഗ്രഹണ സാമർഥ്യം ഉണ്ടായിരിക്കണം, രണ്ട് വിവേകജ്ഞാനവും കൂടെ ഉണ്ടായിരിക്കണം. ഇതാണ് വിവേകജ്ഞാനം. ജ്ഞാനഗ്രഹണ സാമർഥ്യത്തെ ജ്ഞാനത്തിനായിട്ട്, ജ്ഞാനലബ്ധിക്ക് വേണ്ടിയിട്ട് നമ്മളെ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ജ്ഞാനം ലഭിക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ബുദ്ധി ആയി കഴിയുമ്പോഴാണ് ഇതിനെ വിവേകബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബുദ്ധിയിൽ ബുദ്ധി വിവർദ്ധകമായിട്ട് ബുദ്ധി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ബുദ്ധി വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ജ്ഞാനവർദ്ധനവ് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് മറ്റിടത്താണെന്നുണ്ടെങ്കിൽ ഈ പുണ്യം ഒരുവൻ്റെ ധനവർദ്ധവിന് അധികാരവർദ്ധവിന് ഒക്കെ ഉപയോഗിച്ചു. ആ അധികാരവും ധനവും ഒക്കെ ലഭിക്കാൻ വേണ്ടുന്ന തരത്തിലുള്ള ബുദ്ധി പ്രയോഗിച്ചുകൊണ്ടേ പോകുന്നു. അവിടെ ബുദ്ധി അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം ഈ ആത്മജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ബ്രഹ്മജ്ഞാനത്തിൻ്റെ വിഷയത്തിലേക്ക് പോകുന്നേയില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ പുണ്യം എന്ന് പറയുന്നത് ഒന്ന് അത് സംസാരത്തിലേക്ക് പെടുത്തുന്ന പുണ്യമാവാം, അല്ലെങ്കിൽ സംസാരത്തിൽ നിന്ന് നമ്മളെ ഉദ്ധരിക്കുന്നതായിട്ടുള്ള പുണ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ പുണ്യം നമുക്ക് സംസാരത്തിൽ നിന്നും നമ്മളെ കരകയറ്റുന്നതായിട്ടുള്ള പുണ്യമാണ് പ്രാപിക്കേണ്ടത്. ആ പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ശൃണ്വന്തോപി ബഹവോ എന്ന വിദ്യുഹു എന്നതിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റത്തുള്ളൂ. ഈ കേട്ടാലും മനസ്സിലാവാതെ പോകുന്നവർ, അപ്പം കേട്ടാലും മനസ്സിലാവാതെ പോകുക എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് മനസ്സിലാവാതെ വന്നിട്ട് വിട്ടുപോകുന്നവരെന്നുള്ള, കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും കേട്ടിരിക്കുന്നതാണെങ്കിൽ അവർ ഈ മാർഗത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അവർ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു സമയം എത്തിക്കഴിയുമ്പോഴത്തേക്ക് കേട്ടിരിക്കും, അത് അവർക്ക് മനസ്സിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് യാതൊരുവിധ സംശയം ഉണ്ടാവത്തില്ല. അതിനകത്ത് അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയം വരെ കേട്ടാലാണോ നമുക്ക് മനസ്സിലാകുന്നത് അത്രയും കാലം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ആശ്രയത്വം എന്ന് പറയുന്നത്. അത് തമേവ ശരണം ഗച്ഛ എന്ന് പറയുന്നത് ആശ്രയത്വമുണ്ട്. ആ ആശ്രയത്വത്തിലാണ് നമുക്ക് തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നത്. ഈ ആശ്രയം എന്ന് പറയുന്ന ഒന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടേ ഉപേക്ഷിച്ചിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് ആശ്രയം എന്ന് പറയുന്നത് നമുക്ക് തുടർച്ചയായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആശ്രയം എന്ന് പറയുന്നത് നമ്മളിൽ ഉള്ളതായിട്ട് ഭഗവാൻ അത് അംഗീകരിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഇതുകൊണ്ട് പിന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് ഗുഹ്യാദ്ഗുഹ്യതരം എന്നുള്ളത് ഭഗവാൻ പറഞ്ഞത്. അപ്പം ഭഗവാൻ പറഞ്ഞത് കേട്ടാൽ ഉടനെ മനസ്സിലാകുന്നു എന്നുള്ളത് അർജുന അത് ഇച്ചിരി പ്രയാസകരമാണ്. പിന്നെ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? വിമൃശ്യേതത് അശേഷേണ. കേട്ടാൽ ഉടൻ തന്നെ മനസ്സിലാകും എന്നുള്ളത് അർജുനന് തന്നെ മനസ്സിലാകും എന്നുള്ളത് പോലും ഭഗവാൻ ഇവിടെ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് വിമൃശ്യ ഏതത് അശേഷേണ എന്നുള്ളത്. അതിനെ നല്ലതുവണ്ണം വിചാരം ചെയ്തിട്ട്, വിമൃശ്യ സമം വിചാരം ചെയ്തിട്ട്. അപ്പം വിചാരം ചെയ്യുമ്പോഴാണ് ഒന്ന് നമ്മുടെ ജ്ഞാനത്തിൻ്റെ പരിധി, രണ്ട് നമ്മുടെ അനുഭവങ്ങളെ ആശ്രയിക്കാനുള്ള ബുദ്ധിയുടെ രീതി. അപ്പോൾ ഒന്ന് നമ്മുടെ ജ്ഞാനത്തിൻ്റെ പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ജനറൽ നോളജാണ് ഉള്ളത്. സമൂഹം നമുക്ക് നൽകുന്നതായിട്ടുള്ളൊരു ജ്ഞാനമുണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തെ ആശ്രയിക്കാൻ ബുദ്ധി നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് പോകാനാണ് നമ്മളെ ബുദ്ധി എപ്പോഴും നയിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഈ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ അനുഭവം കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് മനോവിചാരങ്ങൾ, രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന വിഷയം ജ്ഞാനം എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അനുഭവത്തെ ആശ്രയിക്കാൻ ബുദ്ധി പറയുന്നു. അപ്പോൾ ഇതിനെ അതിക്രമിക്കാൻ നമുക്ക് സാധ്യമല്ല. മൂന്നാമതാണ് ഈ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് വേദപ്രമാണം അല്ലെങ്കിൽ ഉപനിഷത്ത് പ്രമാണം എന്ന് പറയുന്നത് ഈ അനുഭവമോ അതല്ലെങ്കിൽ ഇന്ദ്രിയജന്യ ജ്ഞാനമോ ഒന്നുമല്ല അവിടുത്തെ കൊണ്ടുവരുന്നത്, അറിവ് കൊണ്ടുവരുന്നത്. അതിനെ അതിക്രമിച്ച് നമ്മൾ ഉപനിഷത്ത് ജ്ഞാനത്തിലേക്ക് കടക്കുന്നത് തീർത്തും ഇതിനെയെല്ലാം തള്ളിക്കളയണമെന്നുള്ള രീതിയിൽ നമ്മുടെ ബുദ്ധി അത് പോകത്തില്ല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇവിടെ ഈ ശ്രവണം കഴിഞ്ഞതിന് ശേഷമുള്ള മനനത്തിൻ്റെ ആവശ്യകത വരുന്നത്. അപ്പോൾ ആ മനനത്തിലൂടെ നമ്മൾ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപര്യ നിരാസം എന്ന് പറയുന്നു. അതായത് നമുക്ക് ഇവിടെ ഈ ഇതുണ്ടല്ലോ, അതായത് ഒന്ന് ഇപ്രകാരം സർവതന്ത്ര സ്വതന്ത്രമായിട്ടുള്ള ഒരു ആത്മാ ഉണ്ട് എന്ന ജ്ഞാനമില്ലായ്മ. അപ്പോൾ ആ ഒരു ജ്ഞാനമില്ലായ്മ അത് മാറേണ്ടത് ശ്രവണം കൊണ്ട് മാറണം. സർവതന്ത്ര സ്വതന്ത്രമായ ആത്മാവുണ്ട്. ഈ ആത്മാവും തന്നെയാണ് പരമാത്മാ. ഈ ജീവാത്മാ എന്നുള്ളത് ഈ പരമാത്മാവിൻ്റെ ഒരു പ്രതീതി മാത്രമാണ്, അയഥാർത്ഥമാണ്. അതിനാൽ വിചാരം ചെയ്തു കഴിഞ്ഞാൽ ഒരേ ഒരു തത്വത്തിൽ മാത്രമേ എത്തത്തുള്ളൂ, അത് പരമാത്മാവാണ്. ഇപ്രകാരം ഇതിനെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പലവിധ യുക്തികൾ പ്രയോഗിച്ചുകൊണ്ട് ഉപനിഷത്ത് അതിനെ പല രീതിയിൽ അവതരിപ്പിക്കുന്നു. പല ഉപനിഷത്തുകൾ പല രീതിയിൽ അവതരിപ്പിക്കുന്നു. പക്ഷേ എല്ലാത്തിൻ്റെയും തത്വം ഒന്നാണ്. പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, ഇങ്ങനെയുള്ള ഇതിനകത്ത് തത്വമേവ തത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. സ്വയമാത്മാ ചതുഷ്പാത്ത് എന്നുള്ള അതാണ് നമ്മൾ അയമാത്മാ ബ്രഹ്മയിലെത്തുന്നു. യോസാവസൗ പുരുഷസ്സോഹമസ്മി എന്ന് നമ്മൾ ഈശാവാസ്യത്തിൽ കണ്ടു. ഇങ്ങനെ എല്ലായിടത്തും കാണുന്നു. അപ്പോൾ ഇതാണ് ശ്രവണം. ഇതിലാണ് നമ്മൾ ശ്രവണം നിൽക്കുന്നത്. ഇതിനകത്ത് ആ ശ്രവണത്തിൽ നമുക്ക് ഈ അജ്ഞാത ജ്ഞാപകം എന്നുള്ള അജ്ഞാത ജ്ഞാപകമാണ് ശ്രവണം. അജ്ഞാതമാണ് പരമാത്മാ. ഈ അജ്ഞാതമായിട്ടുള്ള പരമാത്മാവിനെ ജ്ഞാതമാക്കി മാറ്റി. അതായത് അറിവില്ലാതിരുന്ന ആ ആത്മാവിനെ അറിവുള്ളതാക്കി നമുക്ക് അതിന്മേൽ അറിവുള്ളതായിട്ട് കിട്ടി ശ്രവണം കൊണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ ഈ അജ്ഞാന നിരാസമുണ്ടായി. അതാണ് ശ്രവണത്തിലൂടെ അജ്ഞാന നിരാസമുണ്ടായി. അപ്പോൾ അജ്ഞാനം പോയി കഴിഞ്ഞാൽ പിന്നീട് എന്താണ്? പിന്നീട് എന്ന് പറയുന്നതാണ് വിപര്യം എന്ന് പറയുന്നത്. അപ്പം വിപര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രബലമായിട്ടുള്ള ബുദ്ധിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒന്ന് ഈ അനുഭവങ്ങളെ വെച്ചുകൊണ്ടാണ്. രണ്ട്, സമൂഹം നമ്മളുടെ എത്രയോ കാലഘട്ടം തുടർച്ചയായിട്ട് സമൂഹം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ലേ ശക്തമായിട്ട് നിൽക്കുന്നുള്ളൂ. അതായത് സമൂഹം നമ്മളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ പറയും പിള്ളേർ പത്രം വായിച്ച് പഠിക്കണം, ഡെയിലി പത്രം വായിക്കണം. പണ്ട് എന്നും പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഡെയിലി പത്രം വായിക്കണം, ന്യൂസ് കേൾക്കണം. എന്നിട്ട് സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ കേട്ടിട്ടും വായിച്ചിട്ടൊക്കെ ആണെങ്കിൽ ന്യൂസ് എഴുതിക്കൊണ്ട് വരാൻ പിള്ളേർക്ക് ഹോംവർക്കും കൊടുത്തു വിടും. അപ്പോൾ ഇതൊക്കെയാണ് പഠിപ്പിച്ചു വിടുന്നത്. പിന്നെ നമ്മൾ ഇതുണ്ടല്ലോ പരീക്ഷണം, നിരീക്ഷണം. ആദ്യം നിരീക്ഷണം, പിന്നെ പരീക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കാണുക, പിന്നെ കണ്ടതിനെ വെച്ചുകൊണ്ട് അനലൈസ് ചെയ്യുക, എന്നിട്ട് അതിനകത്തുള്ള നിഗമനത്തിലേക്ക് എത്തുക, നിഗമനത്തിനെ തന്നെ കമ്പയർ ചെയ്യുക, കമ്പാരിസന്, എന്നിട്ട് അതിനകത്ത് കൺക്ലൂഷനിലേക്ക് എത്തുക. അപ്പോൾ ഈ തരത്തിൽ പോയി കഴിയുമ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടതിനെയാണ് വിശ്വസിക്കുക, പിന്നെ കേട്ടതിനെയൊക്കെ വിശ്വസിക്കുക. കാണുകയും കേൾക്കുകയും ചെയ്യാത്ത വിഷയം എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. ഈ തരത്തിലൊക്കെയാണ് നമ്മുടെ ബുദ്ധി പോകുന്ന തരത്തിൽ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതാണ് സമൂഹം പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ സർവൈവ് ചെയ്യാനുള്ള വിദ്യയാണ് സമൂഹം പഠിപ്പിക്കുന്നത്. അല്ലാതെ സമൂഹത്തിന് വേറെ ഒന്നല്ല. സമൂഹം എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുന്നവൻ കൂടെ തന്നെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. അതായത് ഇപ്പം ഒരുവന് ആദ്യമായിട്ട് ഈ ഹണ്ടിങ്ങിന്, അന്ന് പഴയ കാലത്തെ ആലോചിച്ച് നോക്കുക, ഹണ്ടിങ്ങിന് പോകുന്ന ഈ ഹണ്ടിങ് ഗാദറിങ് എന്നൊക്കെ പറയുന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ, ഹണ്ടിങ് ഗാദറിങ് കാലഘട്ടം. അതായത് വേട്ടയാടിയും ഈ കാട്ടുകിഴങ്ങുകളും പിന്നെ ഈ പഴങ്ങളും ഒക്കെ കളക്ട് ചെയ്ത് നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവൻ ആദ്യമായിട്ട് ഈ ഹണ്ടേഴ്സ് ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്, അല്ലാതെ ആത്മവിചാരത്തിൻ്റെ കാര്യമില്ല. അപ്പോൾ
എങ്ങനെയാണ് അവിടെ ഈ ഒച്ച വെക്കാതെ നടക്കാൻ പഠിക്കുന്നത്, എങ്ങനെയാണ് ഒച്ച വെക്കാതെ അനങ്ങാതെയും ഇരിക്കുന്ന മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പഠിപ്പിക്കുക. പിന്നെ അതോടൊപ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടായാൽ എങ്ങനെയാണ് അത് രക്ഷപ്പെടുക. പിന്നെ അതായത് നമ്മുടെ ഈ പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ കൈകാലുകൾ സ്തംഭിച്ചു പോകുന്ന ഒരു സ്ഥിതി വരരുതെന്നുള്ളതാണ്. അത് ഈ പാമ്പിൻ്റെ മുന്നിൽപ്പെട്ട തവളയെ പോലെയാണെന്നുണ്ടെങ്കിൽ അനങ്ങാൻ പറ്റാത്ത രീതിയിലായി പോകരുത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് സർവൈവ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ്, അതാണ് നമ്മളെ സമൂഹം പഠിപ്പിക്കുന്നത്. അതാണ് സമൂഹത്തിൻ്റെ രീതി. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ സമൂഹം. അതുകൊണ്ടാണ് മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നു, അവർ ജോലി എടുക്കുന്നു, കാശുണ്ടാക്കുന്നു. അപ്പോൾ പണ്ടത്തെ ഹണ്ടിങ് ഗാദറിന് പകരം ഇപ്പോൾ അതാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് അപ്പം കുട്ടികളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഇങ്ങനെയാണ് ഇവർക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ ആ ജോലി എടുക്കാനും കാശുണ്ടാക്കാനുമുള്ള വിദ്യ പഠിപ്പിക്കുന്നു. പിന്നെ പുറത്തേക്ക് സമൂഹത്തിലേക്ക് ബാക്കിയുള്ളടത്ത് പോയി കഴിഞ്ഞാൽ അവിടെയും നമ്മളെ സർവൈവ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. സർവൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കയ്യിൽ കൊണ്ട് കിടക്കുന്ന സാധനം മറ്റുള്ളവരെ അടിച്ചെടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രദ്ധാപൂർവം എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം ഇതൊക്കെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നിടത്തു നിന്ന് നമ്മൾ സഡനായിട്ട് ഇതല്ല നമ്മൾ അറിയേണ്ടതെന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിയുമ്പോൾ അവിടെ നമുക്ക് ഈ വിപര്യം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഈ അതാണ് ആവൃത്തചക്ഷുഹു അമൃതത്വമിച്ഛൻ എന്നുള്ളൊരു പ്രയോഗമുണ്ടല്ലോ. അതായത് ഈ ഇന്ദ്രിയങ്ങളെയെല്ലാം അകത്തേക്ക് പരാഞ്ചിഖാനി വിതരണ സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ എന്നുള്ള. അപ്പോൾ ഇതിനകത്ത് ഇന്ദ്രിയങ്ങളെല്ലാം ബഹിർമുഖമായിട്ട് പോയിരിക്കുന്നു, അന്തരാത്മാവിനെ കാണാൻ സാധ്യമല്ല എന്നതറിഞ്ഞിട്ട് അതാണ് ആവൃത്തചക്ഷുഹു അമൃതത്വമിച്ഛൻ. അമൃതത്വത്തെ ആഗ്രഹിക്കുന്നവനായിട്ട് ഈ ദൃഷ്ടി ഉള്ളിലേക്ക് തിരിക്കുന്നു എന്ന്. അപ്പം ദൃഷ്ടി ഉള്ളിലേക്ക് തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയാണ് ദൃഷ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വിചാരത്തിൻ്റെയും ദൃഷ്ടിയുടെ അല്ലെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മാവിലേക്ക് മാറുന്നു. ഇത്രയേ അർത്ഥമാക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശ്രവണ വിഷയം എന്ന് പറയുന്നത് ആത്മാവാകുന്നു. പിന്നെ രണ്ടാമത്തേത് മനന വിഷയം എന്ന് പറയുന്നതും ആത്മാ തന്നെയാകുന്നു. ഇപ്പോഴത്തേതാണെങ്കിൽ ശ്രവണ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകകാര്യങ്ങളാണ്, മനന വിഷയങ്ങളെന്ന് പറഞ്ഞാലും ലോകകാര്യങ്ങളാണ്. ഇപ്പോഴും നമ്മൾ നടക്കുന്ന ശ്രവണവും മനനവും തന്നെയാണ്. പിന്നെ മൂന്നാമത്തേതാണ് നിധിധ്യാസനം എന്നുള്ളത്. നിധിധ്യാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് താതാത്മ്യത്വമാണ് നിധിധ്യാസനം എന്നുള്ളത്. താതാത്മ്യത്വം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇതിനകത്തു നിന്ന് ഈ സർവസംശയ നിവാരണം വന്ന ശേഷം പിന്നെ അതുമായിട്ടുള്ള ഏകത ഐക്യത്വം എന്ന് പറയുന്നത് നമ്മൾ സ്ഥാപിക്കണം. ആ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമം, അതാണ് നിധിധ്യാസനം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് വിമൃശ്യ ഏതദശേഷേണ. എന്നിട്ട് എന്താ പറഞ്ഞത്? യഥേച്ഛസി തഥാ കുരു. എന്നിട്ട് എന്തിച്ഛിക്കുന്നുവോ അപ്രകാരം ചെയ്യൂ എന്ന് പറഞ്ഞാൽ യഥേ ഇച്ഛസി തഥാ കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥോക്തം ച അർത്ഥജാതം യഥാ ഇച്ഛസി തഥാ കുരു. അതായത് അർത്ഥമൊക്കെ മനസ്സിലാക്കിയ ശേഷം പിന്നെ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹിക്കുന്നത് എന്താണ്? പിന്നെ നമ്മൾ ഈ വിചാരം ചെയ്ത ശേഷം പിന്നെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിചാരം ചെയ്ത ശേഷം ഇഷ്ടം പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്തുകൊണ്ട് എന്താണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് പിന്നെ നമുക്ക് ഒന്നുകിൽ അറിയാം അല്ലെങ്കിൽ അറിയാതിരിക്കാം എന്നുള്ള രീതിയിൽ തുടർന്നുകൊണ്ട് പോകാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. പിന്നീട് അറിയാണ്ടിരിക്കുന്നതിനകത്ത് നമുക്ക് യഥേച്ഛസി തഥാകുരു എന്ന് പറഞ്ഞാൽ അറിയാതിരിക്കാം എന്നുള്ള രീതിയിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, അതായത് പിന്നീട് നമുക്ക് ഇതിനകത്ത് നിൽക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ്. അതായത് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ പുണ്യമുണ്ട്. ഇപ്പം പുണ്യം, ഈ എക്സസ് പുണ്യം ഉള്ളത് പിന്നെ നമ്മൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ധനപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഉപയോഗിക്കണോ അതോ പിന്നെയും നമുക്ക് ഈ ആത്മജ്ഞാനത്തിൻ്റെ മേഖലയിൽ തുടരണോ എന്നുള്ളത്. അപ്പം പിന്നെ ആത്മജ്ഞാനത്തിൻ്റെ മേഖലയിൽ തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവകർമ്മ നിവൃത്തി എന്നുള്ളതിനെ ആശ്രയിക്കേണ്ടതില്ല എന്ന് ഭഗവാൻ മുമ്പ് തന്നെ പറഞ്ഞു. അതുകൊണ്ട് കർമ്മത്തിൽ നിന്നുകൊണ്ട് പിന്നെ ഈ ആത്മജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ തന്നെ തുടരുക. അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഫലം എന്ന് പറയുന്നത് ഈ നമ്മൾ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുന്ന സർവ്വ ഐശ്വര്യങ്ങളും ഒപ്പം ഉണ്ടാകും, പ്ലസ് ആത്മജ്ഞാനവും കൂടെ ഉണ്ടാകും. ഇതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ഇനി അഥവാ ഇതല്ല വേണ്ടത്, ആത്മജ്ഞാനം വേണ്ട, എനിക്ക് ധനപ്രാപ്തിയും സുഖപ്രാപ്തിയും ഒക്കെ മാത്രം മതി എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം കിട്ടത്തില്ല. അത് നമ്മൾ വേണ്ടെന്ന് വെച്ചല്ലോ. പിന്നെ കിട്ടുന്നതെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള പുണ്യമുണ്ടല്ലോ, ആ പുണ്യത്തിന് ധനപ്രാപ്തിയും നമുക്ക്
ഐശ്വര്യപ്രാപ്തിയൊക്കെ കിട്ടും. അതുകൊണ്ട് അങ്ങനെയും കിട്ടും, കിട്ടത്തില്ല എന്നുള്ളതല്ല. അതുകൊണ്ട് ഇവിടെ ഇപ്പം പുണ്യത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ യുദ്ധം ചെയ്ത് പുണ്യം നേടിക്കഴിഞ്ഞപ്പോൾ ദുര്യോധനനും പുണ്യം നേടി, അതേമാതിരി അർജുനനും പുണ്യം നേടി, എല്ലാവരും പുണ്യം നേടുന്നു. അതായത് യാതൊരുവൻ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു അവർക്കെല്ലാം പുണ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് മഹാഭാരതത്തിൻ്റെ അവസാന ഭാഗത്ത് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ആദ്യം തന്നെ പറയുന്നുണ്ട്, ലഭന്തേ യുദ്ധമീദൃശം എന്നുള്ള ഒരു സ്വർഗദ്വാരം അപാവൃതം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മരിച്ചു വീണാൽ അപ്പം തന്നെ സ്വർഗത്തിലേക്കാണ് അവരെ എടുക്കുന്നത്. അതുകൊണ്ടാണ് സ്വർഗദ്വാരം അപാവൃതം എന്ന് പറഞ്ഞത്. അല്ലാതെ ഇടയ്ക്ക് വേറെ ഏഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളല്ല സൂര്യദ്വാരേണ തേ വിരജാപ്രയാന്തി അങ്ങനെയൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. സ്വർഗവാതിൽ തുറന്നിട്ടിരിക്കുന്നു. അതെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ആരും വിളിക്കേണ്ട പോലും കാര്യമില്ല, അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കയറി പോകാമെന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് പുണ്യമാണ് സ്വർഗത്തിലേക്ക് മരിച്ചു വീഴുന്നത്. അപ്പോൾ ആ മരിച്ചു വീഴുന്നതിനകത്ത് പാണ്ഡവപക്ഷത്ത് മരിച്ചു വീഴുന്നവർക്ക് മാത്രം പുണ്യവും കൗരവപക്ഷത്ത് മരിച്ചു വീഴുന്നവർക്ക് പുണ്യമില്ല, അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ പറഞ്ഞത് ആര് മരിച്ചാലും എന്നുള്ളതാണ്. അതാണ് സർവർക്കും അതുകൊണ്ട് പുണ്യം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആ കാര്യത്തിലൊന്നും തെറ്റിദ്ധാരണയൊന്നും വരുത്തേണ്ട കാര്യമില്ല. സർവർക്കും, അതായത് യുദ്ധക്കളത്തിൽ ക്ഷത്രധർമ്മമാണ് അവർ നിർവഹിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും തന്നെ പുണ്യമൊക്കെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് പുണ്യത്തിൽ കുറവ് വരുന്നില്ല എന്നുള്ളതും കൂടെ നമ്മൾ ഇക്കാര്യത്തിൽ മനസ്സിലാക്കണം. ഇതിനകത്ത് അർജുനൻ ഇവിടെ ലഭിച്ചതെന്ന് പറയുന്നത് പ്രസാദം എന്ന് പറയുന്നത് ഈ ഈശ്വരപ്രസാദം, ഈശ്വരാനുഗ്രഹവും കിട്ടി, അതുപോലെ ബുദ്ധിപ്രസാദം കിട്ടി, കർമ്മയോഗ ബുദ്ധിയാണല്ലോ ബുദ്ധിപ്രസാദവും കിട്ടി, പിന്നെ ആത്മജ്ഞാനം കിട്ടി, പ്ലസ് സർവൈശ്വര്യങ്ങളും കൂടെ കിട്ടി. ഇതാണ് എൻ്റെ ആ ഒരു പ്രത്യേകത. അപ്പം ഭഗവാൻ നമ്മളോട് പറയുന്നത് സർവ്വ ഐശ്വര്യങ്ങളും എന്ന് പറയുന്നത് കർമ്മയോഗത്തിലൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് കർമ്മയോഗത്തെയാണ് സ്വീകരിക്കേണ്ടത്. അതാണ് യഥേച്ഛസി തഥാ കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർമ്മയോഗം ചെയ്തുകൊണ്ട് ജ്ഞാനപ്രാപ്തിയിൽ വേണോ, അഥവാ ഇനി കർമ്മയോഗത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസത്തെ, അതാണ് സർവകർമ്മ പരിത്യാഗത്തിലൂടെ ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി അങ്ങനെ പോകാനാണോ കുറച്ചുകൂടെ താല്പര്യമെന്നുണ്ടെങ്കിൽ അവിടെയാണ് സ്വഭാവമുണ്ട്. സ്വസ്വഭാവത്തിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളത്. അപ്പോൾ സ്വഭാവത്തിനനുസരിച്ച് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ പോകത്തുള്ളൂ എന്നുള്ളത്. ചിലർ പറയുമല്ലോ, ചിലരുടെ തലവര ഇങ്ങനെയാണ്. അപ്പോൾ അവരെ മറ്റുള്ള എന്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാലും അവരതിനകത്ത് ശോഭിക്കത്തില്ല. അതേസമയം അവസാനം അവർ ശോഭിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടെത്തി കഴിയുമ്പോൾ അവരവിടെ ശോഭിക്കും എന്നുള്ളത്. ഇതിതേ ജ്ഞാനമാഖ്യാതം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അർജുന എന്ന്. സർവഗുഹ്യതമം ഭൂയഃ ശൃണു മേ പരമം വചഃ ദൃഢോ ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം എന്ന്. സർവഗുഹ്യതമം ഭൂയഃ, സർവഗുഹ്യതമം, ഇത് ഏറ്റവും കൂടുതൽ രഹസ്യമായിട്ടുള്ളത്. അപ്പോൾ അന്ന് ഗുഹ്യതരം എന്ന് പറഞ്ഞു, ഇപ്പം ഗുഹ്യതമം എന്നുള്ളതാണ് പ്രയോഗം. ഗുഹ്യതരം, ഗുഹ്യതരം, ഗുഹ്യതമം, ഇതാണ് സൂപ്പർലേറ്റീവ് കമ്പാരിറ്റീവ് ഈ ഡിഗ്രീസ് ഉള്ളത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗുഹ്യതമം, ഏറ്റവും രഹസ്യമായിട്ടുള്ള സർവഗുഹ്യതമം എന്ന് പറഞ്ഞാൽ, സർവഗുഹ്യം എന്ന് പറഞ്ഞാൽ സർവഗുഹേഭ്യഃ അത്യന്ത രഹസ്യം, രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും രഹസ്യമായിട്ട്. ഇതെന്താ രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞാലും ആർക്കൊന്നും മനസ്സിലാവത്തില്ലെന്നേ. അതാണ് നമ്മൾ ഭഗവാനെ നമ്മൾ പിന്നെയും ഭക്തിയിലേ നിൽക്കാൻ പറ്റുന്നില്ല. അതായത് നമുക്ക് ഇതിനകത്ത് നമ്മൾ എന്താ പിന്നെ പറയുക, പിന്നെ ഭഗവാനെ ആശ്രയിക്കുക, ഭഗവാനെ സ്തുതിക്കുക എന്ന് പറഞ്ഞ് തന്നെ നിൽക്കും. ഈ അഹം ബ്രഹ്മാസ്മി എന്നതാണ് ഗുഹ്യതമം എന്ന് രണ്ടും പറയുമ്പോൾ ഈ അഹം ബ്രഹ്മാസ്മിയിലാണ്. അപ്പോൾ ഈ അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഈ അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് നമുക്ക് മനസ്സിലാകും, പക്ഷേ പിന്നെയും പറയാം പക്ഷേ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അപ്പോൾ അവിടെയാണ് നമുക്ക് ഇതാണ് രഹസ്യത്തിൽ രഹസ്യം എന്നുള്ളത്. ഇതാര് പറഞ്ഞു എന്നുള്ളത്. ഇപ്പം ഇന്ന് രഹസ്യമായതോ ഇന്നത്തെ ആൾക്കാർക്ക് രഹസ്യമായിട്ടുള്ളതല്ല, അന്ന് ഭഗവാൻ പറയുന്ന കാലത്ത് തന്നെ ഇത് രഹസ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് പ്രശ്നമില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ഭഗവാന്റെ വാക്ക് അർത്ഥമില്ലാതായി പോകും. ഏതാണ് ഈ ഗുഹ്യതരം ഗുഹ്യതമോ എന്നുള്ളത്. അപ്പം ഭഗവാൻ തന്നെ സർവ്വഗുഹ്യതമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിനേക്കാളും നല്ലത് കുറച്ച് ലേറ്റായിട്ട് മനസ്സിലാകുന്നതാണ്. എങ്കിൽ മാത്രമല്ലേ ഭഗവാന്റെ വാക്ക് കറക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കപ്പോൾ സമാധാനമായിട്ടിരിക്കും. ഇത് സർവ്വഗുഹ്യതമമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് പതുക്കെ മനസ്സിലായാൽ മതി. ഇങ്ങനെ നമ്മൾ പതുക്കെ മനസ്സിലായാൽ മതി എന്ന് തീരുമാനിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും കാര്യങ്ങൾ സുഖമായിട്ട് വരുന്നത്. നമ്മുടെ വെപ്രാളം അങ്ങ് പോകും. മുക്തിക്ക് വേണ്ടിയിട്ടുള്ള വെപ്രാളം. ഇതാണ്
ജീവിതം മുഴുവൻ വെപ്രാളമാണ്. മുക്തിക്കും കൂടെ ഉള്ള വെപ്രാളം. അയ്യോ ജ്ഞാനം കിട്ടാതെ മരിച്ചു പോയാൽ എന്ത് ചെയ്യും ഭഗവാനേ, എനിക്ക് ജ്ഞാനം കിട്ടുന്നതിന് മുമ്പ് എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. ജ്ഞാനം കിട്ടാതെ ആരും മരിച്ചൊന്നും പോകത്തില്ല. സമാധാനമായിട്ടിരുന്നാൽ മതി. ഇത് ഭഗവാന്റെ ഉത്തരവാദിത്വമാണ്. ഇത് നമ്മുടെ ഉത്തരവാദിത്വമുള്ളതെന്നല്ല. മുക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ ഉത്തരവാദിത്വമാണ്. എന്തുകൊണ്ട്? നമ്മൾ സർവ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവിധത്തിലും ഭഗവാനെ ആശ്രയിച്ചു. അതുകൊണ്ട് പിന്നെ മുക്തിയും ഭഗവാന്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ശൃണുമേ പരമം വച. അതുകൊണ്ട് വലിയ രഹസ്യമാണിത് അർജുന. അതുകൊണ്ട് ശൃണു, കേൾക്കുക, മേ പരമം വച, എൻ്റെ പരമമായിട്ടുള്ള വച, വചസ്സിനെ, വാക്കിനെ എന്നുള്ളത്. വാക്യം, വചഹ എന്ന് പറഞ്ഞാൽ വാക്യം, എൻ്റെ പരമായിട്ടുള്ള വാക്യത്തെ നീ കേൾക്കുക. ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം. എന്തുകൊണ്ടാണെന്നുള്ള അപ്പം പറഞ്ഞു ഇഷ്ടോസി, ഇഷ്ടഹ സ്ത്വം മമ ഇഷ്ടഹ അസി, നീ എൻ്റെ ഇഷ്ടക്കാരനാണ്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇഷ്ടക്കാരൻ എന്നുള്ള, സംസ്കൃതത്തിൽ പറയുമ്പോൾ ഇഷ്ടഹ എന്ന് പറഞ്ഞാൽ മതി. നീ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടവനാണ് എന്ന് മലയാളത്തിൽ പറയാം. ഇഷ്ടഹ അസി ദൃഢമിതി. ദൃഢം എന്ന് പറഞ്ഞാൽ നല്ല ഉറപ്പായിട്ട്, അതായത് ഇന്ന് ഇഷ്ടം നാളെ ഇഷ്ടക്കേട് അങ്ങനെയുള്ളതൊന്നുമല്ല, സ്ഥിരമായിട്ടുള്ള ഇഷ്ടം എന്നുള്ള, അതാണ് ദൃഢം എന്ന് പറയുന്നത്. അതും അവിടെയും ഒരു ഇതുണ്ട്, ദൃഢമായിട്ടുള്ളതും അദൃഢമായിട്ടുള്ള ഇഷ്ടം. നമുക്ക് നമ്മളുടെ അടുത്ത് നമ്മൾ കുറച്ച് കാലമൊക്കെ ഇഷ്ടം കാണിക്കുന്നു, പിന്നെ അതിനുശേഷം ഇഷ്ടം വിടുന്നു, പിന്നെ വേറെ ഇഷ്ടം മറ്റൊന്നിലേക്ക് മാറുന്നു, പിന്നെ ഇഷ്ടം വേറൊന്നിലേക്ക് മാറുന്നു. ഇങ്ങനെയാണുള്ള ഒരു ഇത്. അതിനാണ് ദൃഢതയില്ലാത്ത ഇഷ്ടം. അപ്പോൾ ഇവിടെ അർജുനനോട് ഭഗവാനുള്ള ഇഷ്ടം എന്ന് പറയുന്നത് ദൃഢമാണ്. ഒരിക്കലും അതിനകത്തൊരു ഭംഗം വരുന്നില്ല എന്നുള്ളത്. അതാണ് ഈ ദിഷ്ടോസിമേ ദൃഢമിതി എന്നുള്ള പറയും. തത്തോ വക്ഷ്യാമി തേഹിതം, അതിനാൽ തേഹിതം അഹം വക്ഷ്യാമി. നീ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകിയാൽ നിനക്ക് ഹിതമായിട്ടുള്ളത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അതാണ് ഹിതം. നമ്മൾ രണ്ട് വാക്കുണ്ടല്ലോ, ഒന്ന് പ്രിയം പറയുക, രണ്ട് ഹിതം പറയുക. ഈ പ്രിയം പറയുക എന്ന് പറഞ്ഞാൽ ആളിനെ പൊക്കി പറയുക, അതാണ് പ്രിയം പറയുക. ആളിനെ പൊക്കി എന്ന് പറഞ്ഞാൽ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വലിയൊരാളാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ട് നമുക്ക് അതിനെയാണ് സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത്. അതാണ് ഈ പ്രിയം പറയുന്നത്. ഹിതം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടത്തില്ല എന്നുള്ളതാണ്. ഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇതാണ് മാതാപിതാക്കൾ കുട്ടികളുടെ ഹിതമാണ് പറയുന്നത് എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. അവർ പ്രിയം പറയാറില്ല എന്നുള്ളത്. ഈ പ്രിയം പറയാത്തത് കാരണം ഈ പ്രിയം പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഇവർ ചാടിപ്പോവും. ഇതാണ് ഈ വരുന്ന പ്രശ്നം. ഹിതം മാത്രം പറഞ്ഞാൽ മാത്രം പോരാ. ഭഗവാൻ ഇപ്പം പറഞ്ഞ മാതിരി ഇഷ്ടോസിമയെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണം. അതാണ്, നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ്, നീ എൻ്റെ പ്രിയപ്പെട്ടവളാണെന്ന് ഇങ്ങനെ അടിക്കുന്ന നാഴികയ്ക്ക് 40 വട്ടം ഒരുത്തനോ അല്ലെങ്കിൽ ഒരുത്തി അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതാണ് അങ്ങോട്ട് മറടാ ഇങ്ങോട്ട് തിരിയടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹിതം നോക്കി പറയുന്ന അച്ഛനെയും അമ്മയ്ക്കും ഇതിൻ്റെ പ്രസക്തിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ പ്രിയം നോക്കി ആൾക്കാർ പോയി കളയും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയം പറയാൻ പഠിക്കണം എന്നുള്ളത്. കാലം മാറി, പണ്ടത്തെ കാലമൊന്നുമല്ല. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ പ്രിയം പറഞ്ഞുകൊണ്ടിരിക്കണം. നീ പൊന്നാണ്, നീ ചക്കരയാണ് എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ പറഞ്ഞിരിക്കഴിഞ്ഞാൽ പിള്ളേർ ചാടി പോകാണ്ട് നമ്മുടെ കൂട്ടത്തിലിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. പിള്ളേരുടെ സ്വഭാവത്തിനനുസരിച്ച് ഓരോരുത്തർ, പിള്ളേർ മാത്രമല്ല വയസ്സായവരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. 50 വയസ്സോ 60 വയസ്സോ 70 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും നിങ്ങളുടെ കൂടെ ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഇറങ്ങിയൊരു പോക്ക് പോകും. എന്താണ്? ഈ പ്രിയം കേൾക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് അങ്ങ് പോകും. എവിടെ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് പോകുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല, അങ്ങ് പോകും. ഒരുപാട് ആൾക്കാർ വീട് വിട്ട് ഇറങ്ങി പോകുന്ന ആൾക്കാരുണ്ട്. അത് വീട് വിട്ട് ഇറങ്ങി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടിയാണെന്നുണ്ടെങ്കിലും കൂട്ടുകാരോടൊത്ത് കറങ്ങാൻ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ആൾക്കാരുടെ കൂട്ടത്തിലാണ് എങ്കിൽ കൂടിയും അവിടെ ഒരു അകൽച്ച, മാനസികമായിട്ട് വീട്ടിലുള്ള ആൾക്കാരുമായിട്ടൊരു അകൽച്ച, ഈ അടുപ്പം എന്ന് പറയുന്നത് പുറത്തുള്ള ആൾക്കാരുമായിട്ടുള്ള ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഈ പ്രിയം വീട്ടിൽ ആവശ്യം പോലെ കേൾക്കാതെ വരുമ്പോഴാണ്. അപ്പം പ്രിയവാക്കുകൾ എപ്പോഴും ഇങ്ങനെ നല്ലപോലെ പറയണമെന്നുള്ളതാണ്. സ്തുതിവാക്യങ്ങളും പ്രിയവാക്യം നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. 2 വാക്കുകൾ സ്തുതിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം നമുക്കങ്ങനെ പ്രിയവാക്ക് പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കെന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളതിനകത്ത് അവർക്ക് ഒരു ഗുണവും കാണുന്നില്ല. അങ്ങനെ നമ്മൾക്ക് അവരെ സ്തുതിക്കത്തക്ക വിധത്തിൽ ഒന്നും അവരിൽ കാണുന്നില്ലെങ്കിൽ അങ്ങനെ കാണാത്തവരെ കണ്ണിൻ്റെ മുന്നിൽ അവർ വീണ്ടും ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക്
അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പ്രതീതി ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമുക്കൊരുപാട് സ്നേഹമുണ്ട്, പക്ഷേ നമ്മളത് ഹിതത്തിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ശീലമില്ലാതായിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള കാലം എന്ന് പറയുന്നത് ശീലമുണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിയവരാണ് ഈ വെസ്റ്റേണേഴ്സ്. അത് കാരണം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എപ്പോഴും അവരിതും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. എപ്പോഴും ഐ ലവ് യു എന്ന് ചെറിയ കുട്ടികളെ ഇങ്ങനെ നേരം വെളുത്ത് എണീക്കുമ്പം തൊട്ട് കിടക്കുന്നിടം വരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ്, കാണുമ്പോഴും പറഞ്ഞിട്ട്, കിടക്കാൻ പോകുമ്പോഴും പറഞ്ഞ് ഇങ്ങനെ ലവ് യു എന്നുള്ളത് പറഞ്ഞ് എൻ്റെ തല്ലിൽ ഇങ്ങനെ ആക്കി വിട്ടു. എന്നാലും അവരൊരു പ്രായത്തിൽ കഴിയുമ്പോൾ അവരിറങ്ങിപ്പോവും. അത് വേറെ കാര്യം. എങ്കിലും ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഇഷ്ടോസിമേ ദൃഢമിതി തതോ വക്ഷ്യാമി തേഹിതം മന്മനാഭവ മദ്ഭക്തഃ മദ്യാജീ മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ. അപ്പോൾ ഇതിനകത്തു നിന്നുള്ള ആ ഏറ്റവും ആവശ്യമായിട്ടുള്ള വാക്യം ഏതാണ്? ഹിതം. ഭഗവാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ അടുത്ത് ഹിതം പറയാമെന്ന്. ഏതാണ് ഹിതമായിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് ഏറ്റവും നിനക്ക് ഹിതമായിട്ടുള്ളത് പറയാമെന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? മന്മനാഭവ. അപ്പോൾ ഇവിടെ ഈ മന്മനാഭവ എന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്ക് പോയ മനസ്സോടുകൂടിയവനായിട്ട് നീ തീരുക അർജുന. ത്വം ഭവാൻ അർജുന. മദ്ഭക്ത, ഭഗവാന്റെ ഭക്തനായി തീരുക അർജുന. മദ്യാജി, ഭഗവാൻ തന്നെ യജനം, ഭഗവാനെ ഉദ്ദേശിച്ചുകൊണ്ട് യജ്ഞം ചെയ്യുന്നവനായിട്ട് തീരുക. അതാണ് മദ്യാജി. മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹം എന്നുള്ളതിൻ്റെ ആണ്. അഹം ഭഗവാൻ തന്നെ എന്നുള്ളത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല ഭഗവാനെ അവിടെ ഉദ്ദേശിക്കുന്നത്. പകരം പരമാത്മാ എന്നുള്ള ജഗത് നിയന്ത എന്നുള്ള രീതിയിലാണ്, അല്ലാതെ സുഹൃത്ത് എന്നുള്ള രീതിയിലല്ല. സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതേമാതിരിയാകുമ്പോൾ ഞാൻ നിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്, നീ എന്നെ തന്നെ വിചാരിക്കുമെന്ന് പറഞ്ഞ് ഇതിനകത്ത് അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകാരൻ എന്നുള്ള രീതിയിലല്ല, പകരം ഈ ജീവാത്മപരമാത്മ ബന്ധമാണ് എങ്കിൽ അതാണല്ലോ നമ്മൾ ഈ നരനാരായണന്മാരെന്ന് പറയുന്നത്. അപ്പം ജീവാത്മപരമാത്മാ ബന്ധത്തിനകത്ത് ജീവാത്മാവിനെ ആശ്രയിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, പരമാത്മാ എന്നുള്ളത്. അപ്പോൾ അതാണ് ഇവിടുത്തെ മന്മന. മച്ചിത്തഃ ഭവ, അതാണ് മന്മന എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഭഗവാനിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായിട്ട് അല്ലെങ്കിൽ ചിത്തത്തോടു കൂടിയിട്ട് മാറുക എന്ന്. മദ്ഭക്തഃ, മദ്യാജി, യജ്ഞം ചെയ്യുന്നവനായിട്ട്, എന്നെ ഉദ്ദേശിച്ച് യജ്ഞം ചെയ്യുന്നവനായിട്ട് ഭവിക്കുക. മാം നമസ്കുരു, എന്നെ നമസ്കരിക്കുന്നവനായിട്ട് മാറുക എന്ന്. അപ്പം നമസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഈ ആശ്രയം തമേവ ശരണം എന്നുള്ള ആ ശരണം ഉണ്ടല്ലോ, ആ ശരണത്തിൻ്റെ പ്രതീകമാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത്. നമതി എന്ന് പറയുന്നത് ഈ ശരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇതിവിടെ ഈ ദംഭ് എന്ന് പറയുന്നത് ഇല്ല എന്ന് കാണിക്കുന്നതിൻ്റെതാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത്. ദംഭില്ലായ്മയുടെയാണ്. അതായത് ദംഭ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഈ രജോ ഗുണത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു ഭാവമാണ് ദംഭ്. അത് രജോ ഗുണം ഏറ്റവും ശക്തമായിട്ട് ഉയർന്നു നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ രാവണ, ഈ കുംഭകർണൻ്റെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഭാവത്തിൽ നിൽക്കുന്നുണ്ടല്ലോ, ദംഷ്ട്രങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് കണ്ണൊക്കെ ചോപ്പിച്ച് ഉരുട്ടിക്കൊണ്ടൊക്കെ നിൽക്കുന്നത്. അതാണ് ആ ഒരു ഭാവമില്ല എന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ഈ രജോ ഗുണം കുറഞ്ഞ് സത്വഗുണം വരും. സത്വഗുണം വന്നിട്ട് സത്വം വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ടാണെങ്കിൽ അവിടെ നമ്മൾ ഈശ്വരൻ്റെ മഹിമ കാണാൻ പറ്റും. അപ്പം സത്വഗുണം വർദ്ധിച്ചതിന് ശേഷം വർദ്ധിക്കും തോറും, ഇപ്പോൾ സത്വഗുണത്തിൻ്റെ തുടക്കമാണെന്നുണ്ടെങ്കിൽ ഈശ്വരനെ ഏതെങ്കിലും ശുദ്ധമായ സ്ഥാനത്ത് അല്ലെങ്കിൽ വിശിഷ്ടമായ സ്ഥാനത്തൊക്കെ ഇരുത്തി കാണാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അത് കഴിയുമ്പോൾ പിന്നീട് എന്ന് പറയുന്നത് ഈ സത്വഗുണവും സത്വഗുണം വർദ്ധിക്കുന്നതനുസരിച്ച് ജ്ഞാനവർദ്ധനം ഉണ്ടാകും. അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ ഈ സർവഭൂതാന്തരാത്മാവായിട്ട് കാണുന്നു, സർവഭൂതാത്മ എന്ന് പറയുന്നതായിട്ട് കാണുന്നു. അപ്പം സർവഭൂതാത്മ എന്നൊക്കെയുള്ള പ്രയോഗമുണ്ടല്ലോ, അതെല്ലാമായിട്ട് കാണുമ്പോൾ സർവം ഈശ്വരമയം, എന്തോ ഒരു പ്രയോഗമുണ്ടല്ലോ,
സർവം ശിവമയം എന്നുള്ളൊരു പ്രയോഗമൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഇതാണ് സർവം ബ്രഹ്മമയം. അതാണ് സർവം ബ്രഹ്മമയം രേ സർവം ബ്രഹ്മമയം കിം വചനീയം കിം അവചനീയം സർവം എന്നൊക്കെയുള്ള പ്രയോഗമുണ്ടല്ലോ. എല്ലാം ബ്രഹ്മമായിട്ട് എല്ലാം. അതാണ് പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിരാട് പുരുഷനായിട്ട് സർവം വിരാട് പുരുഷൻ എന്നൊക്കെ പറയുമ്പോൾ സർവം ഈശ്വരനായിട്ട് തന്നെ കാണുന്നു. അങ്ങനെ സർവം ഈശ്വരനായിട്ട് കണ്ടു കഴിയുമ്പോൾ അവിടെ പിന്നെ ഏതാണ് ഞാനെന്നും ഈശ്വരനും. ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനെന്നും ഈശ്വരനും പിന്നെ ലോകം എന്ന് പറയുന്ന ഒന്നുമില്ല. ഈശ്വരനും ലോകവും കൂടെ ഒന്നായിട്ട് കാണുന്നു, അല്ലാതെ വേറെ വേറെ ആയിട്ട് കാണുന്നില്ല. കാരണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതം സർവം ബ്രഹ്മ എന്നുള്ള അയമാത്മാ ബ്രഹ്മയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ഇതം സർവം ബ്രഹ്മ എന്നുള്ളതാണല്ലോ കാണുന്നത്. ഇത് മുഴുവൻ ബ്രഹ്മമാണ് എന്നുള്ളത് കാണുന്നു, അല്ലെങ്കിൽ ഇത് മുഴുവൻ പുരുഷനാണെന്ന് കാണുന്നു. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രം ഇങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ പിന്നെന്ന് പറയുന്നത് എന്താണ് ബ്രാഹ്മണേ ഗവിഹസ്തിനി സമത്വം എന്നുള്ളതാണ്. സമം പശ്യതി എന്നുള്ളതിലേക്ക് കാണുന്നു. എല്ലാത്തിലും സമം ബ്രഹ്മത്തെ കാണുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആദരിക്കപ്പെടാൻ അയോഗ്യമായിട്ടുള്ളത് ഒന്നുമില്ല, സർവ്വതും ഒരേപോലെ ആദരിക്കപ്പെടുന്നതായിട്ട് മാറുന്നു. ഇങ്ങനെയെല്ലാം ആദരിക്കപ്പെടാനായിട്ട് മാറുമ്പോഴാണ് നമുക്ക് ഈ പൃഥ്വീഭാവം അല്ലെങ്കിൽ നമസ്കാര ഭാവം എന്ന് പറയുന്നത് സർവവും നമസ്കാരയോഗ്യമായിട്ട് മാറുന്നത്. അതാണ് സർവ്വതും നമസ്കാരയോഗ്യമായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഈ പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ സർവ്വത്തെയും നമസ്കരിക്കുന്നു. വൃക്ഷത്തെ കണ്ട വൃക്ഷത്തെ, അതിന് ആലിനെ നമസ്കരിക്കുന്നു, സർപ്പത്തെ നമസ്കരിക്കുന്നു, പശുവിനെ നമസ്കരിക്കുന്നു, ഗജത്തെ നമസ്കരിക്കുന്നു, അതിനെ പൂജ ചെയ്യുന്നു, നമസ്കാരം കൊടുക്കുന്നു. പശുവിനെ പൂജ ചെയ്യുന്നു, നമസ്കാരം കൊടുക്കുന്നു. സർപ്പത്തെ പൂജ ചെയ്യുന്നു, നമസ്കാരം കൊടുക്കുന്നു. ആലിനെ പൂജ ചെയ്യുന്നു, നമസ്കാരം കൊടുക്കുന്നു. എന്തിനെ സർവത്തിനെയും പൂജിക്കുന്നു, എന്നിട്ട് സർവത്തിനെ നമസ്കാരം കൊടുക്കുന്നു. എല്ലാം ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാനോട് പറയുന്നത്. അപ്പം ഇതിനകത്തുനിന്ന് ഈ നാമരൂപങ്ങളും അങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ ഭഗവാനാണ് എല്ലായിടത്തും ഉള്ളത്. അങ്ങനെയുള്ള ഭഗവാനെ മാം നമസ്കരു നമസ്കുരു, എന്നെ നീ നമസ്കരിക്കുന്നവനായിട്ട് ഭവിക്കുക എന്ന് പറഞ്ഞാൽ ഏത് നമസ്കാരവും കേശവം പ്രതിഗച്ഛതി. സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്നുള്ളത്. സർവദേവ നമസ്കാരം എന്നുള്ളതിന് സർവമാനവ നമസ്കാരമായാലും സർവഭൂത നമസ്കാരമാണെങ്കിലും എല്ലാം കേശവം പ്രതിഗച്ഛതി, ഭഗവാനെ തന്നെ എത്തുന്നു എന്നുള്ളത് ഇവിടെ അറിയുന്നു. മാമേവ യേഷ്യസി എന്നുള്ളതാണ്. മാമേവ ഐഷ്യസി എന്നുള്ളത്. മാമേവ ഐഷ്യസി യേഷ്യസി എന്നുള്ളത് എന്നെ തന്നെ നീ പ്രാപിക്കുന്നവനായിത്തീരുന്നു എന്നുള്ളത്. അപ്പം എന്നെ തന്നെ പ്രാപിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി ഭഗവാനല്ലാതെ മറ്റൊന്നിനെയും കാണുന്നില്ല. ഭഗവാനല്ലാതെ മറ്റൊന്നിനെയും കാണുന്നില്ലെങ്കിൽ പിന്നെ ഭഗവാനെ തന്നെയാണ് സർവ്വതും ഈ വ്യക്തി കാണുന്നത്. പിന്നെ ഭഗവാനെ അല്ലാണ്ട് വേറെ ഒന്നിനെ കാണാൻ പറ്റാത്തവനായിട്ട് മാറും. ഇതാണ് മാമേവ യേഷ്യസി. സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. സത്യം പ്രതിജാനേ സത്യാം പ്രതിജ്ഞാം കരോമി. ഭഗവാൻ പറയണ സത്യമായിട്ട് ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന്. സത്യം ഇതാണ് പ്രതിജ്ഞാം കരോമി എന്നാണ്. സത്യം പ്രതിജ്ഞാം സത്യം തേ തവ പ്രതിജാനേ. സത്യമായിട്ട് നിൻ്റെ അടുത്ത് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയുന്നത് ഞാൻ സത്യമായിട്ട് പ്രതിജ്ഞ ചെയ്യുന്നു. നമ്മൾ പറയുന്നത് ഇത് ഞാൻ ആണയിട്ട് പറയുന്നു. ഇതാണ് സത്യം തേ പ്രതിജാനേ എന്ന് പറഞ്ഞാൽ ഞാൻ ആണയിട്ട് പറയുന്നു എന്ന്. അല്ലെങ്കിൽ പറയാൻ സത്യം എന്നുള്ള സത്യമായിട്ട് ഞാൻ നിന്നോട് പ്രതിജ്ഞ ചെയ്യുന്നു. എന്താ പറയുന്നത്? പ്രിയോസിമേ, നീ എനിക്ക് ഇഷ്ടപ്പെട്ടവനായതുകൊണ്ട് ഈ വിഷയത്തിൽ എന്താണ്? ഈ വിഷയത്തിൽ മാമേവ യേഷ്യസി, നീ എന്നെ തന്നെ പ്രാപിക്കും, അതായത് ഈശ്വരനെ തന്നെ പ്രാപിക്കൂ എന്നുള്ളത് ഞാൻ പ്രതിജ്ഞ എടുത്ത് സത്യമായിട്ട് പ്രതിജ്ഞ എടുത്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആണയിട്ട് പറയുന്നു. നീ എനിക്ക് പ്രിയപ്പെട്ടവനാകയാൽ പ്രിയോസിനെ, എനിക്ക് പ്രിയപ്പെട്ടവനാകയാൽ ഞാനിത് ഒരു സംശയവും കൂടാതെ പറയുന്നു അർജുന. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഒരു ഈ ഗ്രന്ഥത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും ഒരു കൺക്ലൂഷനായിട്ടുള്ള ഒരു മഹാവാക്യത്തിന് സമാനമായൊരു പ്രയോഗമാണ് സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യഃ മോക്ഷയിഷ്യാമി മാ ശുചഃ. സർവധർമാൻ പരിത്യജ്യ,
സർവധർമ്മങ്ങളും പരിത്യജിച്ചിട്ട്. ഈ സർവധർമ്മം എന്ന് പറയുമ്പോൾ ധർമ്മം എന്ന് പറയുമ്പോൾ കർമ്മങ്ങളായി, സർവകർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ട്. അപ്പോൾ ഇതിനകത്ത് സർവധർമ്മങ്ങൾ മാത്രം ഉപേക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അധർമ്മം ചെയ്യാമോ എന്ന്, അങ്ങനെയല്ല അർത്ഥം. അധർമ്മം ഉപേക്ഷിച്ചിട്ടാണല്ലോ ധർമ്മം ചെയ്യുന്നത്. അപ്പം ധർമ്മവും കൂടി ഉപേക്ഷിക്കുന്നത്, സർവകർമ്മങ്ങളും ഉപേക്ഷിക്കുന്നു. ധർമ്മവും അധർമ്മവും ഉപേക്ഷിച്ചിട്ട്, സർവധർമാൻ പരിത്യജ്യ ഉപേക്ഷിച്ചിട്ട്, സർവകർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ട്, മാമേകം ശരണം. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവകർമ്മങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഈ അവനവൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നതായ ഉപായങ്ങളെയാണ് ഇവിടുത്തെ ഈ സർവധർമ്മ എന്ന് പറയുന്നത്. അല്ലാതെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളെ രക്ഷിക്കണം, ഈ ധർമ്മത്തെ ഞാൻ നാളെ മുതൽ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതല്ല അർത്ഥമാക്കുന്നത്. ഇവിടെ ഈ ധർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന ധർമ്മത്തിൻ്റെ ഒരു അർത്ഥമുണ്ടല്ലോ, ആ അർത്ഥമല്ല ഉപയോഗിക്കേണ്ടത്. ഇവിടെ കർമ്മങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തിനീ കർമ്മങ്ങൾ? അതായത് ഈ സുഖപ്രാപ്തിക്ക് വേണ്ടിയിട്ട് സുഖമിച്ഛിച്ചുകൊണ്ട് അവനവൻ വലിയ ആളാവണമെന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന, നമ്മൾ ആശ്രയിക്കുന്നതായ ഉപായങ്ങളുണ്ടല്ലോ, ആ ഉപായങ്ങളെയാണ് ഇവിടെ ഉപേക്ഷിക്കാൻ പറയുന്നത്. അല്ലാതെ വേറൊന്നും അർത്ഥങ്ങളല്ല. അതുകൊണ്ടാണ് സർവധർമ്മ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതും തെറ്റിദ്ധാരണ ഉണ്ടാക്കി പോകരുത്. സർവധർമ്മാൻ ഉപേക്ഷിച്ചു, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താണ്, ഗുരുവിനെ മാനിക്കത്തില്ല, മാതാപിതാക്കളെ മാനിക്കത്തില്ല, സമൂഹത്തിനെ ഞാൻ ധിക്കരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കിഷ്ടം പോലെയുള്ളത് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്നുള്ള അതല്ല എൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ നമുക്ക് പറയാം, അതായത് അർത്ഥപ്രാപ്തിക്ക് വേണ്ടിയിട്ട്, കാമപ്രാപ്തിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അർത്ഥാർത്ഥം എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് പോവുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ ത്വരയുണ്ടല്ലോ, അതിലേക്ക് പോകാതെ, ഇതാണ് സർവധർമാൻ പരിത്യജ്യ, പോകാതെ മാമേകം ശരണം വ്രജ, എന്നെ തന്നെ നീ ആശ്രയിക്കുക. മുമ്പ് കണ്ടല്ലോ, മന്മനാഭവ മദ്ഭക്ത മദ്യാജി മാം നമസ്കുരു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണിത്. അപ്പോൾ മദ്യാജി എന്ന് പറയുമ്പോൾ അതായത് പുണ്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പുണ്യം നേടിക്കൊണ്ടേയിരിക്കുന്നു, പുണ്യം ഭോഗത്തിനായിട്ട് ഉപയോഗിക്കാതെ പുണ്യം വീണ്ടും അത് ജ്ഞാനവർദ്ധവിന് വേണ്ടിയിട്ട്, ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിധത്തിലേക്ക്, ബുദ്ധിവർദ്ധനവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരത്തിൽ, സത്വവർദ്ധനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലേക്കൊക്കെ മാറുന്നു. അതിൻ്റെ ഫലമായിട്ട് രജോ ഗുണം കുറയുന്നു, തമോ ഗുണം കുറയുന്നു, ആൾക്ക് കൂടുതൽ പവിത്രത വന്നു ചേരുന്നു. അതാണ് ശുദ്ധാതിശുദ്ധം. അപ്പം പവിത്രത വന്നു ചേരുന്നു. അതിനനുസരിച്ച് ബുദ്ധിയുടെ പവിത്രത, ബുദ്ധിയുടെ ശുദ്ധി എന്ന് പറയുന്നത് വരുന്നതിനനുസരിച്ചിട്ട് ഈ ഗുഹ്യാദ്ഗുഹ്യതരം എന്നുള്ളത് അത് സരളമായിട്ട് മാറുന്നു. അതിൻ്റെ പ്രയോജനം ഇതാണ്. നമുക്ക് ഏറ്റവും രഹസ്യമായിട്ട് തോന്നിയത് ബ്രഹ്മവിഷയം എന്ന് പറയുന്നത് ഏറ്റവും സരളമായിട്ട് തോന്നുന്നു, പെട്ടെന്ന് മനസ്സിലാകാൻ തുടങ്ങുന്നതാണ്. എന്നിട്ട് നമ്മൾ പറയും, ഇത് കേട്ടപ്പം തന്നെ എനിക്കിത് പണ്ടേ അറിയാവുന്നത് പോലെയായിരുന്നല്ലോ. അത് ശരിയാണ്, പണ്ടേ അറിയാവുന്ന കാര്യമാണ്. ബ്രഹ്മം പുതുതല്ല, ബ്രഹ്മം പണ്ടേ ഉള്ളതായതുകൊണ്ട് ആണ്. പിന്നെ അറിവെന്ന് പറയുന്നത് അത് തന്നെയാണ്, പണ്ടേ ഉള്ള അറിവ് തന്നെയാണ്. അതിനകത്ത് പുതുതായിട്ടൊന്നുമില്ല. കാരണം അഹമസ്മി എന്നുള്ളത് പണ്ടേ അറിയാവുന്നതാണ്. അഹം ബ്രഹ്മാസ്മി എന്നുള്ളതിന് ബ്രഹ്മ എന്നുള്ള വാക്കുണ്ട്, എടുക്കോട്ടൊന്ന് കേട്ടിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണ അറിവായി. അഹമസ്മി എന്നുള്ളത് അറിവുണ്ടല്ലോ, ആ അറിവ് പണ്ടേ ഉള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ അഹം ബ്രഹ്മ എന്ന് പറഞ്ഞ ഇടയ്ക്കോട്ട് ഈ വാക്കും കൂടെ അങ്ങ് ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. അപ്പോൾ അതാണ് മാമേകം ശരണം വ്രജ അഹം ത്വാ. അതായത് ഭഗവാനെ ആശ്രയിക്കാൻ പറഞ്ഞാൽ എന്തിനാണ്? ബ്രഹ്മത്തിനെ ആശ്രയിക്കാനാണ് പറയും. ബ്രഹ്മത്തിനെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിൽ കൂടുതൽ ഏതാ വലിയൊരു ആശ്രയത്വം ഉണ്ടെന്ന്. കൂടുതൽ വേറെ ആശ്രയമൊന്നുമല്ല. വേറെ ഇപ്പോൾ എന്താ ആശ്രയിക്കുന്നത്? പിടിച്ച് തൂങ്ങിക്കിടക്കാൻ പറ്റുമോ? ഇത് അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു എന്താണ് ജഡ ലോകത്തിൻ്റെ ഭാഗമല്ലല്ലോ. അതുകൊണ്ട് ആശ്രയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു ആശ്രയത്വം ഇല്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് നമ്മൾ ഇതിനകത്ത് ദൃഢത എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ജ്ഞാനദൃഢത എന്ന് പറയുന്നത്. യാതൊരുവിധ സംശയവും ഇല്ലാണ്ടിരിക്കണം. സംശയമില്ലായ്മയെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഒറ്റ വാക്യത്തിൽ പറഞ്ഞത്, സർവധർമാൻ പരിത്യജ്യ, എല്ലാം വിട്ടിട്ട് മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ, നിന്നെ ഞാൻ സർവപാപങ്ങളിൽ നിന്നും. പിന്നെ നമുക്കൊരു ആശങ്കയുണ്ടാകുമല്ലോ, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അവരെ ആദരിച്ചില്ല, ഇവരെ ആദരിച്ചില്ല, അവരോട് നല്ല വാക്ക് പറഞ്ഞില്ല, അവർക്ക് കൊടുത്തില്ല, ഇതൊക്കെയാണ്. എന്നാലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, നമ്മൾ കൊടുക്കണ്ടേ എന്നിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ നമ്മൾ നല്ല വാക്ക് പറയണ്ടേ വിളിച്ച് പ്രശംസിക്കണ്ടേ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തരത്തിലുള്ള വ്യവഹാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യവഹാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ കനത്ത നഷ്ടം വരാൻ പോകുന്നു, നമുക്ക് ദുഃഖം വരും. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടെന്നർത്ഥം. പോനാൽ പോകട്ടും, പോടാന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടേക്കുക. അങ്ങനെ വിടുന്നത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സർവധർമാൻ പരിത്യജ്യ ആണെങ്കിൽ അഹം ത്വാ സർവപാപേഭ്യ, നിന്നെ സർവ്വപാപങ്ങളിൽ നിന്നും. പാപം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്.
ദുഃഖഹേതുക്കളാണ്. അപ്പം നിന്നെ ഞാൻ സർവ്വ ദുഃഖങ്ങളിൽ നിന്നും മോക്ഷയിഷ്യാമി, നിന്നെ ഞാൻ മോചിപ്പിക്കാം. അഹം മോക്ഷയിഷ്യാമി എന്നാണ് ഭഗവാൻ പറയുന്നത്. ഞാൻ നിന്നെ മോചിപ്പിക്കാം, ഞാൻ നിനക്ക് മോക്ഷം നൽകാം. ഇത് കൃത്യമായിട്ട് ഭഗവാന്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വാക്കുകളാണ്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ എന്തിനാണ് വേറെ രണ്ടാമതൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അതിനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അഹം ത്വാം മോക്ഷയിഷ്യാമി മാ ശുചഃ എന്ന് പറഞ്ഞാൽ നീ ദുഃഖിക്കേണ്ട അർജുന. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.